22ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മള് അച്ഛന്റെ ഷോപ്പാണ് കാണുന്നത്. അവിടെ കുറെ ആൾക്കാരുണ്ട്. നല്ല രീതിക്ക് തന്നെ അച്ഛൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നട്ടുവേദന എടുക്കുന്നുണ്ട്. ഇവിടെ ഷുയു ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ഓരോരോ മെമ്മറീസ് ആലോചിക്കാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നു. എന്താ നേരത്തെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി സോന്റെ അമ്മ മരിച്ചു. അപ്പൊ അച്ഛൻ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കാണ്. കൂടെ തന്നെ ധോനെയും കൂട്ടുന്നുണ്ട്. വൂബിന്റെ അടുത്തും ഷൂവിന്റെ അടുത്തും അവരെ തന്നെ നന്നായിട്ട് നോക്കിക്കോണെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. ആന്റി സോ പോയിട്ട് 2 മാസമായി. കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് കുറെ ഡ്രസ്സ് അച്ഛൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് ഒരു പെയർ ഓഫ് ഷൂ എടുക്കുന്നു. ഇത് കാണുന്ന വൂബിക്ക് അന്ന് ആന്റി സോ അവന് വേണ്ടിയിട്ട് ഷൂ മേടിച്ചു കൊടുത്താണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വൂബി ഫസ്റ്റ് സാലറി കിട്ടിയതിന്റെ സന്തോഷത്തില് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. പൈസ മണത്തോ അതും ആക്കി ഇതും ആക്കിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് പൈസ ഇത്രക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇതുവരേക്കും നോട്ടീസ് ചെയ്തിട്ടേ ഇല്ലല്ലോന്ന്. ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പൊ പിന്നെ അതിന്റേതായ വില കാണത്തില്ലേന്ന് വൂബി ചോദിക്കുന്നുണ്ട് ഷൂവിന്റെ അടുത്ത്. ഷൂവിനും സാലറി കിട്ടിയല്ലോ, അപ്പൊ എവിടെയാണ് പോകുന്നേന്ന്. കഴിഞ്ഞ പ്രാവശ്യം അമ്യൂസ്മെന്റ് പാർക്കിൽ പോയപ്പം മോശമാണ് ടിക്കറ്റ് ഒക്കെ എടുത്തത്. ഇപ്രാവശ്യം അവനെയും കൂട്ടിയിട്ട് പോകുമ്പം അവന്റെ ടിക്കറ്റും കൂടെ ഞാൻ എടുക്കണം എന്നറിയാണ്. മോശം എന്നുള്ള പേര് കേട്ടതും പൂബിന്റെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നുണ്ട്. പിന്നെ മോശമോ എടാ നിനക്ക് ചാവണോ ജീവിക്കണോന്നും പറഞ്ഞ് വെറുതെ ഇരുന്ന വഴക്കൂടാണ്. അല്ലെങ്കിലേ മോശം എന്നുള്ള പേര് കേൾക്കുന്നതേ പൂബിക്ക് ഇഷ്ടമല്ല. അപ്പോഴാണ് അവന്റെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. അങ്ങനെ അടിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഷുവി ചോദിക്കുന്നുണ്ട് പൂബി എവിടെയാ പോകുന്നേന്ന്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെലവാക്കാൻ പോകുന്നേന്ന് പൂബി പറയാണ്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ പയ്യന്മാരെ പരസ്പരം നോക്കിയിരിക്കുന്നു. അത് ഷൂയു ആണെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത സീൻ ക്ലാസ്സിലാണ്. എല്ലാ പിള്ളേരും പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് പവർ കട്ട് ആവാണ്. ആ സമയത്ത് വൂബി ഒന്ന് ഷൂയിന്റെ കവിളില് കിസ് ചെയ്യാണ്. ഷൂയു ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. എമ്മ സീനാണ്, വിവരിക്കാൻ വാക്കുകളേ ഇല്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സീൻ. കറണ്ട് ഇല്ലാത്തോണ്ട് പിള്ളേര് ആരാരെ കിസ് ചെയ്തു എന്ന് കണ്ടിട്ടില്ലെങ്കിലും സൗണ്ട് കേട്ടു. ആരാ കിസ് ചെയ്തേന്ന് പരസ്പരം ചോദിച്ചോണ്ടിരിക്കാണ്. അപ്പോഴാണ് കറണ്ട് വരുന്നത്. ഷൂവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. വൂബിനെ ആ സമയത്തൊന്ന് കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ കാണിക്കുന്നില്ല. നമ്മുടെ പയ്യന്മാര് സെറ്റാണെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ് ഭയങ്കര കാര്യമായിട്ട് ഷൂവിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അവക്ക് മനസ്സിലായോ എന്തോ. അങ്ങനെ അവിടെ പയ്യന്മാര് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ദൂയുണ്ട്. ആന്റി സോ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. പരസ്പരം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവാണ്. 2 മാസം കഴിഞ്ഞിട്ടല്ലേ കണ്ടത്, നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയിന്ന് ആന്റി സോ പറയുന്നുണ്ട്. അങ്ങനെ അവര് ഫുഡ് കഴിക്കാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാരും ഫുഡ് കഴിക്കുന്നു. നമ്മുടെ പയ്യന്മാരെ പരസ്പരം നോക്കി ചിരിക്കുന്ന കാണുമ്പം കിസ്സിങ് സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദോയും വൂബിയും ഷുയും കൂടെ കളിക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരെ കളിക്കുന്ന സമയത്ത് ഷുയു പുറത്തേക്ക് വന്ന് അച്ഛന് വെള്ളം കൊടുക്കുന്നുണ്ട്. ആന്റി സോനെ നോക്കുമ്പം ആന്റി സോയുടെ അടുക്കളയില് ഭയങ്കരമായിട്ട് വിഷമിച്ചേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും അമ്മ മരിച്ചില്ലേ, പോരാത്തതിന് അച്ഛനാണെങ്കിലും മുന്നേ തന്നെ മരിച്ചതാണ്. ആന്റി സോ അടുക്കളയിലെ പണിയൊക്കെ തീർത്തിട്ട് വരുന്ന സമയത്ത് ഷൂയു ആന്റി സോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷൂ മേടിച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുക്കാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയ ഷൂ ആണ്. അവന് കിട്ടിയ പൈസയും വെച്ച് ഇത് മേടിച്ചേന് ആന്റി സോ അവനെ ചെറുതായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്തിനങ്ങനെ ചെയ്തേന്ന് ചോദിച്ച്. അവന് വേണ്ടി ചെലവാക്കാണ്ട് ആന്റി സോയ്ക്ക് വേണ്ടി ചെലവാക്കിയേന്. ആ സമയത്ത് ഷൂയു ആന്റി സോനെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. അത് കേട്ടിട്ട് ആന്റി സോയ്ക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. ആ സമയത്ത് വൂബി അങ്ങോട്ടേക്ക് വന്നിട്ട് ആന്റി സോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാണ്. അത് മാത്രല്ല വൂബി ആന്റി സോനെ അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പൊ ഷൂയു ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് സ്വന്തമായിട്ട് 2 അമ്മയില്ലേ, പിന്നെ എന്തിനാ എന്റെ അമ്മേനെയും കൂടെ മൂട്ടിക്കുന്നേന്ന് ചോദിക്കുകയാണ്. അതിന് ആന്റി സോ എന്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്ന് വൂബി. അത് മാത്രല്ല ഷൂയുന്റെ അമ്മ എന്റെ അമ്മയും കൂടിയാണ് എന്ന് പറയും കൂടെ ചെയ്യാണ്. ശരിയാണല്ലോ, ലവറിന്റെ അഥവാ ഹസ്ബൻഡിന്റെ ഓർ വൈഫിന്റെ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് സ്വന്തം അമ്മയും അച്ഛനും ആണല്ലോ. ഇവർ രണ്ടും ഗിഫ്റ്റ് കൊടുത്തപ്പോ തന്നെ ആന്റി സോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിക്കാണ്. അപ്പൊ നമ്മുടെ ദുവ ആണെങ്കിൽ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാണ്, ഒരു സ്കാർഫ്. എന്നിട്ട് പറയുന്നു, മുത്തശ്ശി പോയതില് വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഞങ്ങളുണ്ട് എന്ന്. ആന്റി സോ ആണെങ്കിൽ അത്രത്തോളം ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് നിൽക്കുവാണ്. ഷൂയി ചോദിക്കുന്നുണ്ട്, വൂബി പറഞ്ഞത് ആ ഒരു പൈസ അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നല്ലേ, ആന്റി സോയാണോ അത് എന്ന് ചോദിക്കാണ്. ലേശം ഒരു നിരാശയോടെയാണ് ചോദിക്കുന്നത്. അപ്പൊ വൂബി ഷൂയിന്റെ ചെവി പറയുന്നു,
നിന്റെ തലയും കൊണ്ട് പോയിട്ട് വല്ല കണക്കും ചെയ്യാൻ. ഇത് കേട്ടിട്ട് ഷുയു ആണെങ്കിലും ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അവനും മനസ്സിലായിട്ടുണ്ടാവണം. അല്ലേ തന്നെ കറണ്ട് പോയ സമയത്ത് ആരും അറിയാണ്ട് കവളിലാണെങ്കിലും ഒരു ഉമ്മ കിട്ടി. വരാത്തന് ഇപ്പൊ പറയുന്നു നിന്റെ അമ്മ എന്റെയും കൂടെ അമ്മയാണ് എന്ന്. ഇതിലും കൂടുതല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ ആരാണ് എന്ന് എങ്ങനെ വേണം പറയാൻ. ഇവിടെ ഹാന്റെ അച്ഛൻ അവന്റെ അടുത്ത് ചോദിക്കാണ്, ഒരു അക്കാദമിയില് പൈലറ്റ് ആവാനുള്ളതിന്റെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തോന്ന്. ഇല്ലെന്ന് ഹാൻ പറയുമ്പം, ഓ ഈ കൊച്ച് എന്തുവേ കാണിക്കുന്നത്, എടാ വൂബി അപ്ലൈ ചെയ്തു എന്ന് കേട്ടായിരുന്നു, നീയും ചെയ്യുന്നറിയാണ്. എന്റെ അച്ഛാ, അവന്റെ ഫിസിക്കൽ കണ്ടീഷനും എന്റെതും അച്ഛനെ നന്നായിട്ട് തന്നെ അറിയാലോ. പൈലറ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാന്ന് ഹാന്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നീ ട്രൈ ചെയ്യാണ്ട് എങ്ങനെയാ പറയാൻ പറ്റാ? ആദ്യം ട്രൈ ചെയ്യ, അപ്ലൈ ചെയ്യെന്ന് അച്ഛൻ. നീ ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ടീച്ചേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും എന്ന് പറയാണ്. ശരി ശരി ഓക്കെ അപ്ലൈ ചെയ്യാന്ന് ഹാനും. നെക്സ്റ്റ് സീനില് നമ്മൾ കാണുന്നത് സ്കൂളില് ഫിസിക്കൽ എക്സാമിനേഷൻ നടക്കുന്നതാണ്. ഹൈറ്റ്, കാഴ്ച തുടങ്ങി എല്ലാ കാര്യങ്ങളും അവരെ നോക്കുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ വൂബിന്റെ അടുത്തേക്ക് വന്നിട്ട്, കൊള്ളാം നല്ല ബോഡി ഉണ്ട് എന്നറിയാണ്. ഇവരുടെ അടുത്ത് പാൻറ് അഴിക്കാൻ പറയുന്നു. എല്ലാരും പാൻറ് അഴിക്കുന്നുണ്ട്, കൂട്ടത്തില് വൂബി അഴിക്കുന്നു. ഈ സമയത്ത് ഷുയാണെങ്കില് പ്രത്യേക ഒരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ആന്റിസോ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കാണ്. വൂബി വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, ഷൂയി വരുന്നില്ല. അവന് വിശക്കുന്നില്ല എന്നാ പറഞ്ഞെന്ന് വൂബി പറയുന്നു. ഇന്ന് ഫുള്ള് സ്കൂളിലായിട്ട് അവൻ ടയേർഡ് ആയിട്ടുണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് അവനെ വിളിക്കാൻ നിൽക്കാണ് ആന്റിസോ. ഇല്ല ഞാൻ തന്നെ പോയി വിളിക്കാന്ന് പറഞ്ഞ് വൂബി അകത്തേക്ക് വന്നു. പൈലറ്റ് ആവാനുള്ള ചെക്കപ്പ് നടന്നപ്പം അതില് ഷുയു എലിമിനേറ്റഡ് ആയിപ്പോയി. അതിന്റെ വിഷമത്തിലാണ് കൊച്ചിപ്പ കഴിക്കാതിരിക്കുന്നത്. ആദ്യം വൂബി പോയിട്ട് കുറച്ച് കുറുമ്പായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ഷുവിന്റെ അടുത്ത് പോയിരുന്ന് അവന്റെ പുറത്തിങ്ങനെ തലോടിക്കൊണ്ട് പറയാണ്, ഇതാ നോക്ക്, നിനക്ക് അൺകംഫർട്ടബിൾ ആയിട്ടോ അൺഹാപ്പി ആയിട്ടോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോളാൻ. എന്നിട്ട് വേണം നിന്റെ അടുത്ത ചെക്കപ്പില് വല്ല മുറിവും കണ്ടിട്ട് ഞാൻ ക്രിമിനൽ ആവാൻ. എനിക്കൊന്നും വയ്യാന്ന് ഷുയു. അങ്ങനെയാണെങ്കില് ഇനി ഞാൻ പൊളൈറ്റ് ആവുന്നില്ല എന്നും പറഞ്ഞ് ഷുവിന്റെ കഴുത്തിന് പിടിച്ച് വൂബി കൊണ്ടുപോവാണ്. ഇവരെ കഴിക്കുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നു, ആ ഒരു പൈലറ്റിന്റെ റിക്രൂട്ട്മെന്റില് രണ്ട് പിള്ളേരാണ് ആ സ്കൂളില് മൊത്തത്തില് പാസ്സായിട്ടുള്ളത്. അതിലൊന്ന് വൂബിയാണ് എന്ന്. പക്ഷെ ഷുവിനാണ് ലേശം വിഷമമുള്ളത്. ഇത് കുറച്ച് എളുപ്പമുള്ള റൗണ്ട് ആയിരുന്നു. അടുത്ത ചെക്കപ്പിന് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് വൂബി പറയുന്നു. വൂബി ചേട്ടന് എല്ലാം അടിപൊളിയായിട്ട് നന്നായിട്ട് കിട്ടും, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് തുവ പറയാണ്. അതെ അത് ശരിയാണ്, പഠിത്തം നമ്മളെ തലയിലേക്ക് കയറിയില്ലേലും ഫിറ്റ്നസിന്റെ കാര്യത്തില് നമ്മള് പുലിയാണ് എന്ന് വൂബിയും. നീ ഭയങ്കര സംഭവം തന്നെയാണ്, ഇത്രയും കാലം ഫൈറ്റ് ചെയ്തിട്ടും നിന്റെ മേത്ത് ഒരു മുറിപ്പാട് പോലെ ഇല്ലല്ലോ എന്ന് ഷുയി പറയാണ്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ മുറിപ്പാടൊക്കെ ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എത്ര അടി കിട്ടിയാലും എന്റെ മേല് പെട്ടെന്ന് അങ്ങ് ഹീലാവും. അല്ലേ തന്നെ എന്റെ സ്കിൻ അടിപൊളിയല്ലേന്ന് ഭയങ്കരമായിട്ട് പിരികൊക്കെ പൊന്തിച്ച് ഷുവിന്റെ അടുത്ത് വൂബി ചോദിക്കാണ്. എന്തുവാണോ എന്തോ അതിന്റെ അർത്ഥം. എന്തായാലും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഷുവിന്റെ അടുത്ത് നിന്ന് വൂബിക്ക് ഒരു ചവിട്ട് കിട്ടുന്നുണ്ട്. ഇക്കാര്യം അച്ഛന്റെ അടുത്ത് പറയുന്നില്ലേന്ന് ഷുവിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും അച്ഛൻ കയറിയത്തില്ലാന്ന് കുറച്ച് വിഷമത്തോടെ വൂബി പറയുന്നു. അതെന്തങ്ങനെ, പൈലറ്റ് ആവുന്ന വളരെ നല്ലതല്ലേന്ന് അച്ഛൻ പറയാണ്. വൂബിയും കുറച്ച് വിഷമിച്ചിരിക്കാണ്. അപ്പൊ ഇതുവാണെങ്കില് വൂബി അവന്റെ ഡ്രീമിലേക്ക് ഒരു പടി കൂടെ വെച്ചതിന് കൺഗ്രാചുലേഷൻസ് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഷുയു സോഫയിൽ ഇറന്ന് ഉറങ്ങാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന വൂബി കുറച്ചേരം ഉറങ്ങുന്ന ഷുവിനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു സാധനം അവന്റെ മേത്തേക്ക് ഇടുവാണ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഷുയു. ഇതാ നോക്ക്, എനിക്ക് ലൈസൻസ് കിട്ടിയെന്ന് വൂബി. അപ്പൊ എണീക്ക, നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറയാണ്. ഷുവിനാണെങ്കിൽ എണീക്കാൻ ഒരു ഉദ്ദേശമില്ല. എണീക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പം നിനക്കതിനെ ഓടിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോന്ന് ഷുയു. നിനക്ക് വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാനുള്ള ധൈര്യം ഉണ്ട് എന്ന് വൂബി. ഷുയു വലിയ താല്പര്യമില്ലാതെ കിടക്കുന്ന വേണ്ടിയിട്ട് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞായിരുന്നു അയാളുടെ ഡ്രീം അഡ്വഞ്ചേഴ്സ് ചെയ്യുന്നതാണ്, ട്രാവലർ ആവുന്നതാണ് എന്ന്. പോരാത്തന്നെ ബീച്ചിങ് വിട്ട് എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നൊക്കെയാ പറഞ്ഞേന്ന് ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുന്ന കണക്ക് വൂബി പറയാണ്. പോവാൻ താല്പര്യമില്ലേ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷുവിനാണെങ്കിൽ അവന്റെ ഡ്രീമിനെ കുറിച്ച് പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ആരവം തോന്നി എണീറ്റുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുങ്ങി വരുന്ന സമയത്ത് വൂബി ചോദിക്കാണ്, നിനക്ക് വഴി അറിയാവോന്ന്. ആ അത് കൊള്ളാം, നല്ല ചോദ്യം. ബീജിങ്ങിന്ന് പുറത്തു പോലും പോകാത്ത ഞാനെങ്ങനെ അറിയാനാണെന്ന് ഷുയു. എന്നാ പിന്നെ വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വൂബി അവന്റെ ഷൂ ഊരിയിട്ട് മേലേക്ക് എറിയാണ്. അങ്ങനെ അതിന്റെ ദിശ വെച്ചിട്ട് വെസ്റ്റിലേക്ക് പോവാന്ന് തീരുമാനിച്ച് രണ്ടുപേരും കൂടെ വണ്ടിയിലും കയറുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഷുയി ചോദിക്കാണ്,
ഈ വെസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടല് കാണാൻ പറ്റില്ലല്ലോ എന്ന്. ഇങ്ങനെ നേരെ വെസ്റ്റ് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കടല് കാണാന്ന് വൂബി. സിറ്റിന്ന് കടല് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എനിക്ക് പോണമെങ്കിലോ എന്ന് ഷുയ ചോദിക്കാണ്. അത് കേട്ടതും സട്ടൻ ബ്രേക്ക് ഇട്ടിട്ട്, അല്ല നിനക്കിത് രാവിലെ പറഞ്ഞൂടേന്ന് വൂബി. ഞാൻ അപ്പൊ ചിന്തിച്ചില്ലായിരുന്നു എന്ന് ഷോയു. ഇപ്പൊ തന്നെ 300 കിലോമീറ്റർ വന്നു. എന്തോരം എണ്ണ വേണ്ടി വരും അറിയോ, അതിനെന്തോരം പൈസ ആവുമെന്നറിയോ. ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ച് പോലും ഇവൻ അറിയില്ല എന്നൊക്കെ വൂബി പറയുന്ന സമയത്ത് ഷുയു ആണെങ്കിൽ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വൂബി, അല്ല നീ എന്തിനാ ചിരിക്കുന്നത്, കാര്യമായിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഷുവിനാണെങ്കിൽ കുറച്ചും കൂടെ ചിരിയാണ് വരുന്നത്. അങ്ങനെ രണ്ടുപേരും എപ്പോഴത്തെ പോലെ തന്നെ കബഡി കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൂബി ഷുവിനെ പിടിച്ചു കഴിയുമ്പം ശരി ശരി ഓക്കെ നമുക്ക് വെസ്റ്റിലേക്ക് തന്നെ പോവാന്ന് ഷുയു. പക്ഷെ വൂബി ഷുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് നിൽക്കൂ. ഈസ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞ് വണ്ടിയിലേക്ക് കയറുവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഷുയു സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. വൂബി അതിൽ നിന്ന് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്ന സമയത്ത് ഷുയു അവന്റെ അടുത്തുള്ള ഡ്രിങ്ക്സ് മേടിക്കുകയാണ്. നിനക്ക് സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചുകൂടെയെന്ന് വൂബി. ഷു ആണെങ്കിൽ പറയുന്ന മൈൻഡ് പോലാക്കാണ്ടിരിക്കുകയാണ്. വൂബി വേറെ ഒരെണ്ണം എടുത്ത് കുടിക്കാൻ നിൽക്കുമ്പം അത് തടഞ്ഞു വെക്കുന്നു. വൂബിക്ക് കുറച്ച് ദിവസമായിട്ട് വയറിനത്ര സുഖമില്ലാത്തോണ്ട് നമ്മുടെ ചെക്കൻ പാലൊക്കെ ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതെടുത്ത് കൊടുക്കാണ്. എന്തൊരു കെയറിങ് ആണ് അല്ലേ. വൂബിക്കാണെങ്കിൽ അത്ര ഹാപ്പി. അത് കുടിച്ചു കഴിയുമ്പം ഷുയി ചോദിക്കുന്നു ചൂടുണ്ടോന്ന്. ഇല്ലെന്ന് വൂബി. അപ്പൊ ഷുയി അത് മേടിച്ച് കുടിച്ചു നോക്കാണ്. ഇതിന് ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പം അതേന്ന് ചിരിച്ചോണ്ട് വൂബി പറയുന്നു. എന്നിട്ട് അത് മേടിച്ച് കുടിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് കിസ്സും കൂടെ കാണാൻ പറ്റി. അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ ടെന്റൊക്കെ കെട്ടി കറക്കുവാണ്. ഷൂയോ ആണ് ആദ്യം എണീക്കുന്നത്. അങ്ങനെ കുറച്ചേരം വൂബിനെ നോക്കിയിരുന്നിട്ട് വൂബിന്റെ കവളില് കിസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഷോയോ വൂബിക്കും കിസ് ഒരുപാട് ഡ്രാമാസില് ലിപ് ലോക്കും അതുക്കും മേലെയും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഡ്രാമയിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി സീൻസ് ഒക്കെ അതിനെക്കാട്ടും ഒരുപാട് ഹാപ്പിനെസ് തരുന്നതാണ്. ഷൂയോ പുറത്തേക്ക് നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വൂബിന്റെ അടുത്ത് പറയാണ്, വാ എണീക്കുക ഒന്ന് നോക്ക്, പുറത്ത് കടലുണ്ട് എന്ന്. ഇന്നലെ ക്യാമ്പ് ചെയ്തത് കടലിനടുത്താണ്, പിന്നെ എങ്ങനെയാടാ എണീക്കുമ്പം പുറത്ത് കടല് കാണാതിരിക്കാന്ന് വൂബി. നീ എണീക്കുക വാന്ന് പറഞ്ഞ് ഉറക്കപ്പിച്ച് കിടക്കുന്ന ചെക്കനെ കുത്തിപ്പൊക്കി എണീപ്പിക്കാണ്. അങ്ങനെ സൂര്യോദയം നടക്കുന്ന സമയത്ത് ഷുയാണെങ്കിൽ അത്രത്തോളം ഹാപ്പി. ഷുവിന്റെ ഹാപ്പിനെസ് കണ്ടിട്ട് വൂബി ആണെങ്കിൽ അതിന് കടും ഹാപ്പി. അങ്ങനെ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പർ ആക്കൂന്ന് വൂബി. അതിനുശേഷം ഷുയു ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഫീലില് വൂബിനെ നോക്കിയിട്ട് ഒച്ചേരെ വിളിച്ചു പറയാണ് ഐ ലവ് യു എന്ന്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കടലിനോട് എന്ന് പറയാണ്. പക്ഷെ നോട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും വൂബിയും വല്ലാത്തൊരു രീതിക്കാണ് ഷുയനെ നോക്കുന്നത്. രണ്ടുപേരുടെയും കണ്ണില് ഫുൾ ഓൺ ഫുള്ള് ലവ് ആണ്. ഷുയു ആണെങ്കിൽ നല്ല രീതിക്ക് മനസ്സ് തുറന്ന് ചിരിക്കുന്ന കണ്ടിട്ട് വൂബി പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നതെന്ന്. ഷുയൊക്കെ എക്സാം എഴുതുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത സീനില് അച്ഛൻ ഷോപ്പിന്റെ മുന്നിലിരുന്ന് നാഷണൽ ബയോളജി ഒളിമ്പ്യാഡില് എന്റെ മോൻ ഷുയു ഫസ്റ്റ് പ്ലേസ് കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചേരി വിളിച്ചു പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് പുറത്ത് തന്നെ വെക്കുവാണ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. അച്ഛൻ അത്രത്തോളം ഹാപ്പിയാണ്. ആന്റി സോ വന്നിട്ട് അത് ഓഫ് ആക്കി വെക്കുമ്പം അച്ഛൻ പിന്നെയും വന്ന് ഓണാക്കി വെക്കും. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഇന്ന് കടയിലേക്ക് വരുന്ന എല്ലാവർക്കും മീറ്റ് ബോൾസ് ഉണ്ട് എന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ട്. അത്ര ഹാപ്പിയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഷുയുവിന് അഡ്മിഷൻ കിട്ടുക. അച്ഛനാണെങ്കിൽ ഷുവിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് എടുത്തു കൊടുക്കാണ്. ഗിഫ്റ്റ് എന്നൊക്കെ കേട്ടപ്പം ഷുയു ഭയങ്കര ആകാംക്ഷയോടെ നിന്നായിരുന്നു. പക്ഷെ ലോട്ടറിയാണ് പറഞ്ഞപ്പം കുറച്ച് വിഷമാവുന്നുണ്ട്. സന്തോഷിക്കാനൊക്കെ വരട്ടെ, അഡ്മിഷൻ കിട്ടുന്ന ആരും ഇതുവരെയൊക്കെ ഉറപ്പായിട്ടില്ല എന്ന് ഷോയ പറയുന്നുണ്ട്. അതെങ്ങനെയാ നിനക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരിക്കാന്ന് അവര്. ഇതിലൂടെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ആന്റി സോ ഡംപ്ലിങ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് വൂബി ദ്വോയ്ക്ക് സിഗ്നൽ കാണിക്കാണ്. അവളാണെങ്കിൽ ഷുവിന്റെ അടുത്ത് പറയുന്നു, എൻട്രൻസ് എക്സാം ഒന്നും എഴുതണ്ട, വൂബി ചേട്ടനെ പഠിപ്പിക്കാൻ. നിനക്ക് ആ വാച്ച് മേടിച്ചന്ന് വെറുതെ ആയില്ല, ഓരോ ദിവസം കൂടുമ്പോഴും നിനക്ക് എന്നെ കൂടുതൽ മനസ്സിലാവുന്നുണ്ട് എന്ന് വൂബി ധുവന്റെ അടുത്ത് പറയാണ്. ഞാനെന്തിനാ നിന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്, നീ എനിക്ക് പേ ചെയ്യൂന്ന് ഷോയ് ചോദിക്കുന്നു. നമുക്ക് തമ്മില അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചിലത് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന് വൂബി അറിയാണ്. വൂബി ഇങ്ങനെ അർത്ഥം വെച്ചൊക്കെ പറയുന്ന സമയത്ത് ഷൂവിനാണെങ്കിൽ അത് നാണം വന്നിട്ട് എന്റെ പൊന്നി പാവൻ ഷൂയാണെങ്കിൽ അവിടെ കിടന്ന് അവസ്ഥപ്പെടുവാണ്. അത് കാണേണ്ടത് തന്നെയാണ്. അപ്പോഴേക്കും ആന്റി സോ ഡംപ്ലിങ്സ് ഒക്കെ എടുത്തിട്ട് ഇരുന്നുണ്ട്. വൂബിയാണെങ്കിൽ ഷൂവിന്റെ പാത്രത്തിലേക്ക് ഫുഡൊക്കെ വെച്ചെടുക്കുന്നു.
പാവം ഷൂവിനാണെങ്കില് അപ്പോഴും ആ നാടങ്ങ് പോയിട്ടില്ല. കഴിക്കുന്ന സമയത്താണെങ്കിൽ ആകപ്പെടെ അയ്യോ 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 വല്ലാത്തൊരവസ്ഥപ്പെട്ടാണ് ഇരുന്ന് തിന്നുന്നത്. ഭൂമിയാണെങ്കിൽ നോക്കുന്നത് അതുക്കും മേലെ. ആന്റി സോ മിറ്റടിച്ച് വരുന്ന സമയത്ത് അച്ഛൻ കാറി കൂവിക്കൊണ്ട് പുറത്തേക്ക് വരാണ്. അച്ഛൻ ഇങ്ങനെ കാറി കൂവുന്ന ഒച്ചയൊക്കെ കേട്ടിട്ട് എല്ലാരും വരുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ലോട്ടറി അടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ കാറിക്കോവുന്നൊക്കെ കണ്ടിട്ട് ഷൂയി ചോദിക്കുന്നു, അച്ഛാ നിങ്ങൾക്ക് 5 മില്യൺ ഒന്നും അല്ലല്ലോ അടിച്ചേന്ന്. ഇവരെല്ലാം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറയാണ് 3000. അച്ഛന്റെ മറ്റും ഭാവം കണ്ടാല് എന്തോ കോടിക്കണക്കിന് അടിച്ച പോലെയാണ്. ഈ ഷോയൊക്കെ ഇറക്കിയിട്ട് വെറും 3000 എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിക്ക് ആന്റി സോയ അവിടെ പോവാണ്. ഭൂപിയാണെങ്കില് കൊള്ളാം 3000 നല്ലതാണെന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടാണ് പോകുന്നത്. ആ ലോട്ടറി ടിക്കറ്റ് അച്ഛൻ ഷൂയന് കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂയ പറയുന്നു ഇത് എന്റേതാണ് എന്ന്. നീ ഫസ്റ്റ് പ്ലേസ് മേടിച്ചിട്ട് ജസ്റ്റ് 3000 പോരല്ലോ, നമുക്ക് ഇനിയും ലോട്ടറീസ് എടുത്തിട്ട് 300 മില്യൺ ആക്കണം അച്ഛൻ പിന്നെ ലോട്ടറി എടുത്ത് 300 മില്യൺ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടെ പോവേ ഉള്ളൂ എന്ന് ഷൂവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് മേടിച്ച് ഷൂയ അവിടുന്ന് പോവാണ്. അച്ഛൻ പുറകെ. നൈറ്റ് ഷൂവിന്റെ അടുത്ത് ആ ലോട്ടറി മേടിക്കാൻ നോക്കിയെന്ന് അമ്മ അച്ഛനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്താണ് ഷൂ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം പറയണമെന്ന് പറയുന്നത്. ആന്റി സോ പുറത്തേക്ക് വന്നു. ഷൂവിന് ഫസ്റ്റ് കിട്ടിയോണ്ട് അവന്റെ അമ്മയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മീലിന് ചെല്ലാൻ വേണ്ടി വിളിച്ചേക്കുവാണ്. അപ്പൊ തന്നെ അച്ഛൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ചെല്ലുന്ന്. പക്ഷെ അവിടെ കുറെ ആൾക്കാരുണ്ടാവും, വേറെ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവന് കുറച്ച് ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീല്. പ്രശ്നമൊക്കെ തീർത്തില്ലേ പിന്നിപ്പോ എന്താന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ളതാണ് തീർത്തത്, ഞാനുമായിട്ടുള്ളതല്ലാന്ന് ഷോയു. അച്ഛൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി ചെല്ലാൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഷൂയും ഭൂബിയും കൂടെ ചെല്ലുന്നുണ്ട്. അവിടെ ഭൂബിന്റെ അച്ഛനും ഷൂവിന്റെ അമ്മയും ഭൂബിന്റെ ചേട്ടനായിട്ടുള്ള മോയിയും പിന്നെ മോയിന്റെ അച്ഛനും. കഴിഞ്ഞ പ്രാവശ്യം അങ്കിൾ മോനെയാണ് മോയിന്റെ അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ മിസ്റ്റേക്ക് ആണത്. ഇതാണ് മോയിന്റെ അച്ഛൻ. ഭൂബിന്റെ അമ്മേന്റെ മൂത്ത ചേട്ടൻ ഇതും രണ്ടാമത്തെ ചേട്ടൻ മറ്റേതുമാണ്. ഷൂയുനിങ്ങനെ ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് കൊണ്ട് തന്നെ നേരിട്ട് അഡ്മിഷൻ കിട്ടും. ഷൂവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് കോഴ്സാണ് എടുക്കുന്നതെന്ന്. ബയോളജിന്റെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് കൊണ്ട് തന്നെ ബയോളജി സയൻസ് എടുത്താൽ മതി എന്ന് ഷൂവിന്റെ അമ്മ പറയുന്നു. അത് നല്ലതാണ്, നമ്മുടെ കമ്പനിക്കാണെങ്കിലും ഇങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതാകുമ്പോൾ നിനക്ക് ഇത് കഴിഞ്ഞിട്ട് കമ്പനിയിൽ വന്ന് ഹെൽപ്പ് ചെയ്യാലോന്നൊക്കെ അച്ഛൻ പറയാണ്. കമ്പനി മൊത്തത്തിൽ വേണേലും ഷൂവിനെ ഏൽപ്പിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിക്കാണ് വൂബിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് വൂബിന്റെ ചേട്ടനും വൂബിന്റെ മൂത്ത അങ്കിളിനും ഇഷ്ടപ്പെടുന്നില്ല. വൂബിന്റെ ചേട്ടൻ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നു. പുറകെ തന്നെ മോയിന്റെ അച്ഛനും. വൂബി അത് പ്രതീക്ഷിച്ചതാണെന്നുള്ള കണക്ക് അവന്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോയും അച്ഛനും കൂടെ കാറിലിരുന്ന് സംസാരിക്കുകയാണ്. ഒന്നാമത് വൂബിന്റെ അച്ഛന് ആ ഒരു വലിയ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം മോ ഫാമിലിയാണ്. വൂ ഫാമിലിയും അതിലേക്ക് ഇടപെടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സൂ ഫാമിലി അഥവാ സൂയുടെ ഫാമിലി ഇതിലേക്ക് ഇടപെടുന്നതിനോട് അവർക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ഷൂയു ഇത്ര ഇന്റലിജന്റ് ആയ സ്ഥിതിക്ക് ഒരു ഷെയർ കിട്ടാന്നുള്ളത് വലിയ പാടുള്ള കാര്യമല്ല താനും. വൂബി ഷൂവിനോട് നല്ല ക്ലോസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് മോയിന്റെ അച്ഛൻ പറയുന്ന സമയത്ത് മോയി മനസ്സിൽ പറയാണ് അതിലും കൂടുതൽ എന്തോ ഉണ്ട് എന്ന്. ഇവിടെ വൂബിന്റെ അച്ഛൻ അവന്റെ അടുത്ത് ചോദിക്കുന്നു അവന്റെ തീരുമാനം എന്താണ്, എവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് തീരുമാനിച്ചോന്ന്. ഇതുവരേക്കും തീരുമാനിച്ചില്ല എന്ന് പറയുമ്പം നീ അതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? നിന്റെ ഇപ്പോഴത്തെ പഠിത്തം വെച്ച് നിനക്ക് ഒരു 3rd റേറ്റ് ഉള്ള കോളേജിൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. വൂബി ആ സമയത്ത് കെയർലെസ് ആയിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഫോൺ താഴെ വെക്കെന്ന് പറഞ്ഞ് ഒച്ചെടുക്കുന്നു. അച്ഛൻ വൂബിക്ക് 2 ഓപ്ഷൻ കൊടുക്കാണ്. ഒന്നെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ അബ്രോഡിൽ പോയിട്ട് പഠിക്കുക. ഇത് കേട്ടിട്ട് ഷൂയി ഷോക്കാവുന്നുണ്ട്. വൂബിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാതിരിക്കാൻ പറ്റുമോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ 18 വയസ്സ് കഴിഞ്ഞു. എന്താണ് ശരി തെറ്റെന്നുള്ള കാര്യത്തിന് എനിക്ക് എൻ്റെതായ രീതിയുണ്ട്. അപ്പം നിന്റെ ശരിയും തെറ്റും എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നതിന് എന്താണോ ശരി അത് ശരിയാണ്, എന്താണോ തെറ്റ് അത് തെറ്റാണ്. ജയിക്കുകയാണെങ്കിൽ ജയിച്ചു, തോക്കുവാണെങ്കിൽ തോറ്റു എന്ന് പറയാണ്. ഇതേറ്റിട്ട് അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഈ സമയത്ത് ഷൂയു വൂബിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാണ് വൂബിന്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. ഷൂയും വൂബിയും കൂടെ തിരിച്ച് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ വൂബി ചോദിക്കുന്നുണ്ട് അവന്റെ അച്ഛൻ്റെ അടുത്ത് ഷൂയു എന്താണ് സംസാരിച്ചതെന്ന്. വൂബിക്ക് പൈലറ്റ് ആവണമെന്നാണല്ലോ ആഗ്രഹം, അതിനെക്കുറിച്ചാണ് എന്ന് ഷൂയു പറയുന്നു. എന്തിനാ നീ ഇപ്പൊ അത് പറയാൻ പോയത്? ഇനിയിപ്പൊ അച്ഛൻ എന്നെ തടയാൻ നോക്കുന്ന വൂബി പറയാണ്. അങ്ങനെയല്ല, അച്ഛൻ ശരിക്കും സപ്പോർട്ടീവ് ആണ് എന്ന് ഷൂയു പറയുന്നു. അവരെ സംസാരിച്ചത് നമ്മളെ കാണിക്കുന്നുണ്ട്. അച്ഛനെ ശരിക്കും പറഞ്ഞാല്
അവന് ഇന്ന പ്രൊഫഷൻ എടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ പൈലറ്റ് ആവുന്നത് കഷ്ടമാണ്. വൂബിക്ക് ഓൾറെഡി തന്നെ ഫിസിക്കൽ എക്സാമിനേഷന് കിട്ടിയെന്നും ബീജിങ്ങിൽ നിന്ന് തന്നെ കുറച്ച് പിള്ളേർക്ക് അത് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ ഷൂയു പറയുന്നു. അച്ഛൻ ശരിക്കും പറഞ്ഞാല് വൂബിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആയതുകൊണ്ടാണ്. വൂബിക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് അച്ഛനറിയാം. അച്ഛൻ അവന്റെ മേലെ കോൺഫിഡൻസും ഉണ്ട്. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ പഠിത്തം വെച്ച് അത് കിട്ടല് വലിയ പാടാണ്. അവൻ അതിൽ കൂടുതൽ മാർക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അച്ഛന് പ്രശ്നമുള്ളത്. പക്ഷെ അവനെ കൊണ്ട് പറ്റുമെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഷൂയു പറയുന്നു. വൂബിയും ദുവയും കൂടെ സ്റ്റാർസിനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഷൂയു കാര്യമായിട്ട് എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. എന്താ ആലോചിക്കുന്നതെന്ന് ദുവ ചോദിക്കുന്ന സമയത്ത് എയറോനോട്ടിക് യൂണിവേഴ്സിറ്റിയില് വൂബി എയർഫോഴ്സിനെ പഠിക്കണം, അക്കാര്യത്തെ കുറിച്ചാണ് എന്ന് ഷൂയു പറയാണ്. ഇത് കേട്ടിട്ട് എന്തോ കേൾക്കാൻ പാടില്ലാത്ത കേട്ട പോലെയാണ് വൂബിന്റെ റിയാക്ഷൻ തന്നെ. ആകെപ്പാടെ ഞെട്ടിക്കൊണ്ട് എന്താ നീ വല്ല തമാശിക്കാണോ എന്ന് ചോദിക്കാണ്. ഞാനെന്തിനാ തമാശിക്കുന്നത്, റീ എക്സാമിനേഷന് എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഷൂയു പറയുന്ന സമയത്ത് എന്തുവാ നീ പറയുന്നത്, അതെല്ലാം നടക്കുന്ന കാര്യമാണെന്നാണോ നിനക്ക് തോന്നുന്നത്, അതിനെന്തൊരു മാർക്ക് വേണമെന്ന് അറിയോന്ന് ചോദിക്കാണ്. ഫിസിക്കൽ കണ്ടീഷൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, പക്ഷേ സഹജവാസന ഫ്ലെക്സിബിൾ ആണ് എന്ന് ഷൂയു പറയുന്നതിന് ഈ സഹജവാസന എന്ന് പറയുന്നതിലെ ബ്രെയിനും കൂടെ ഉൾപ്പെടും. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമേ അല്ലാന്ന് വൂബി. അതൊരാവേശത്തിന് ചേട്ടാന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് ദുവ ആണെങ്കില് വൂബി ചേട്ടൻ ഷൂയു ചേട്ടനെ ചേട്ടാന്ന് വിളിക്കാൻ തയ്യാറായോ എന്ന് പറയുമ്പം വൂബി ആണെങ്കിൽ അറിയാണ്ട് പറഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പറയുന്നു നമ്മളിപ്പോ തൽക്കാലം പോയിട്ട് കളിച്ചോളാൻ. അപ്പൊ പിന്നെ നിന്റെ പ്ലാൻ എന്താണെന്ന് ഷൂയു ചോദിക്കുന്നതിന് എന്റെ ഇപ്പോഴത്തെ മാർക്ക് വെച്ചിട്ട് സിവിൽ ആവിയേഷനാണ് പറ്റാ, അത് നോക്കാന്ന് വൂബി പറയുന്നു. സിവിൽ ആവിയേഷനോ, എന്നിട്ട് പാസഞ്ചേഴ്സ് പ്ലെയിൻ ഓടിക്കാനോ എന്ന് പറഞ്ഞ വൂബിന്റെ തല പിടിച്ച് മേലേക്കാക്കിയിട്ട് ഒരു ആസ്ട്രോണറ്റ് ആവണമെന്ന് പറഞ്ഞതാരാ, എനിക്ക് സ്റ്റാർസിനെ കൊണ്ടുതരണമെന്ന് പറഞ്ഞതാരാ എന്ന് ചോദിക്കാണ്. വൂബി ആണെങ്കില് നീ നടക്കുന്ന കാര്യം വല്ലതും പറയാന്നുള്ള രീതിക്ക് ഒന്ന് ചിരിച്ച് സ്വപ്നമൊക്കെ സ്വപ്നം തന്നെയാണ്, പക്ഷെ ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ്. അപ്പൊ ഷൂയു ആണെങ്കിൽ ഒരുമാതിരി രീതിക്ക് വൂബിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വൂബി ആണെങ്കില് എന്തിനിങ്ങനെ നോക്കുന്നേന്ന് ചോദിക്കാണ്. ചെറുപ്പം മുതലേ നിനക്ക് ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് ദൃഢനിശ്ചയൊന്നും ഇല്ലേന്ന് ഷൂയു ചോദിക്കുന്നതിന് ഉണ്ടല്ലോ, അതീ മരത്തിനടിയില് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വൂബി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നീ അത് നേടിയെടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് ഷൂയു പറയാണ്. അതിന്റെ ഉള്ളിൽ എന്താ എഴുതിയെന്നാലോ നിനക്ക് അറിയോന്ന് വൂബി. വൂബിന്റെ പറച്ചിലേട്ടാ തോന്നും ഷൂയുവിനെ വേണമെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. എന്തുവാണേലും അത് ഷൂയുവിനറിയാം, ഓൾറെഡി അവൻ നോക്കിയിട്ടുണ്ടല്ലോ. ഷൂയു പറയാണ്, നീ സിവിൽ ആവിയേഷനാണ് പഠിക്കുന്നതെങ്കിൽ ഈ സിറ്റി വിട്ട് പുറത്തു കൊണ്ടുവരും. നീ ബീജിംഗ് വിട്ട് പോകുന്നേനോ എന്നെ വിട്ട് പോകുന്നേനോ എനിക്ക് തീരെ താല്പര്യമില്ല, നിന്റെ കൂടെ തന്നെ വേണം എന്ന് പറയാണ്. അപ്പൊ അതേപോലെ തന്നെ ദൂയും പറയുന്നു വൂബി ചേട്ടൻ എങ്ങോട്ടും പോണ്ടാന്ന്. എനിക്കും തീരെ താല്പര്യമില്ല, പക്ഷെ സാഹചര്യം ഇങ്ങനെയല്ലേന്ന് വൂബി. അന്ന് വൂബി പറഞ്ഞായിരുന്നു ഷൂയു ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ലാന്ന്. ഇന്ന് ഷൂയു വൂബി ഇല്ലാണ്ട് പറ്റില്ല എന്നല്ലേ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് എന്ന് ഷൂയു പറയുന്നു. അപ്പൊ വൂബി ആണെങ്കില് അപ്പൊ നിനക്ക് എന്നെ അത്രത്തോളം വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കാണ്. വൂബിനെ നല്ല രീതിക്ക് എന്നെ സമീപിച്ചുകൊണ്ട് ഷൂയു പറയുന്നു എനിക്കെന്റെ ട്യൂട്ടറിംഗ് സിസ്റ്റത്തില് നല്ല വിശ്വാസം ഉണ്ട് എന്ന്. അതെങ്ങനെയാണ് എന്ന് വൂബി ചോദിക്കുമ്പം നീ പോയി ഉറങ്ങുക എന്ന് പറഞ്ഞ് ഷൂയു അവിടെ എണീറ്റ് വന്നു. പോയി കിടന്ന് ഉറങ്ങാനോ, അതെന്ത് സിസ്റ്റാണെന്ന് പറഞ്ഞ് വൂബിയും പുറകെ തന്നെ പോവാണ്. ക്ലാസ്സിൽ എക്സാം നടക്കുന്ന സമയത്ത് ഷൂയു വൂബിനെ നോക്കുന്നുണ്ട്. വൂബി നല്ല രീതിക്ക് തന്നെ ഇരുന്നെഴുതുന്നുണ്ട്. വൂബി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന ഷൂയുവിന്റെ ട്യൂട്ടറിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഇനി കാണുന്നത്. നന്നായിട്ട് അടിച്ചിരുത്തി പഠിപ്പിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ തെറ്റിക്കുന്നതിനെ വഴക്കുറയുമ്പം വൂബി പറയാണ് ഈ ക്വസ്റ്റ്യൻ നീ ഇതിനു മുന്നേ പറഞ്ഞു തന്നിട്ടില്ല എന്ന്. എടാ നീ ഇപ്പൊ ചെയ്യുന്ന ക്വസ്റ്റ്യനും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നതും ഒന്ന് തന്നെയാണ്, നമ്പേഴ്സ് മാത്രമേ മാറ്റുള്ളൂ എന്ന് ഷൂയു. അത് കൊള്ളാം, ഇനി അങ്ങനെ പറ. തക്കാളിന്റെ മുട്ടത്തോരനും കുക്കുംബറിന്റെ മുട്ടത്തോരനും തോരനാണ് എന്ന് പറഞ്ഞ് അത് രണ്ടും ഒന്നാവുന്നില്ലല്ലോ എന്ന് വൂബി ഷൂയുവിന്റെ അടുത്ത് പറയാണ്. മര്യാദയ്ക്ക് വായടച്ചിരുന്നാ മതി, അത് ചെയ്യത്തില്ല. എപ്പ നോക്കിയാലും തീറ്റ 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 അത് മാത്രമേ നിന്റെ തലയിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനും കൊടുക്കുന്നുണ്ട്. പിന്നെയും തെറ്റിക്കുന്നതിന് നന്നായിട്ട് പടക്കേന്ന് കൊടുത്തോണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യുന്നത്. അടങ്ങിയിരിക്കാത്തതിന് വരെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ വൂബി പെട്ടെന്ന് തന്നെ നന്നാവും. ക്ലാസ്സില് മോഷോങ്ങും ഷൂയും കൂടെ സംസാരിക്കാണ്. മോഷോങ് ഫിലിം അക്കാദമിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അവനും നല്ലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് രണ്ടുപേരും കൂടെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാണ്. ഷുയാണെങ്കില് മോഷോങ്ങിന്റെ മേത്തേക്ക് കൈയൊക്കെ വെച്ച് ഭയങ്കര കാര്യമായിട്ടിരുന്നത് സംസാരിക്കാണ്. ഇത് കാണുന്ന വൂബിക്കുണ്ട് ഇഷ്ടപ്പെടുന്നു. ആള് ഭയങ്കര ജലസായിട്ട് മോഷോങ്ങിന്റെ അടുത്തേക്ക് വന്ന് നിന്ന് നോക്കി പേടിപ്പിച്ചോണ്ടിരിക്കാണ്. മോഷോങ്ങും നല്ല കുട്ടിയായിട്ട് അവിടെ എണീറ്റ് മാറി നിൽക്കുന്നുണ്ട് മാത്രല്ല വൂബിനെ പിടിച്ച് അവിടെ ഇരുത്തവും കൂടെ ചെയ്യാണ്. എന്നിട്ട് വൂബിന്റെ അടുത്ത് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്റർവ്യൂവിന് പോയ സമയത്ത് നീ എന്നെ അടിച്ചതിന്റെ പാട് മുഖത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നന്നായി എന്നൊക്കെയുള്ള രീതിക്ക് അവൻ എന്തൊക്കെയോ പറയുന്ന കേട്ടിട്ട് വൂബി ചോദിക്കുന്നു, നിനക്ക് എന്നാ പിന്നെ രണ്ടു എണ്ണം കൂടെ തരട്ടേന്നു. ആ എണീറ്റ് കൊടുത്തപ്പോ മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പം നല്ല കുട്ടിയായിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഇതും കണ്ട് ഷൂയാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നൈറ്റ് വൂബിനെ പഠിപ്പിക്കുന്ന സമയത്ത് വൂബി പറയാണ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, നീ പഠിപ്പിക്കുമ്പം വളരെ എളുപ്പമാണ്. വെറുതെ പറയുന്നതാണ് എന്നാണ് ഷൂയ വിചാരിക്കുന്നത്. കാര്യമായിട്ട് പറഞ്ഞാണ്, ഇങ്ങനെ നീ ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുവാണെങ്കിൽ നിനക്ക് ഭയങ്കര റിച്ച് ആവാന്നൊക്കെ വൂബി. അതെ, സാധാരണയായിട്ട് നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചേരിക്കാറില്ല, അതുകൊണ്ടാണ് ഇന്ന് ഷൂയു ലൂബ്രിക്കൻസിനെ കൊണ്ട് പെട്ടെന്ന് പറ്റുന്നൊക്കെയുള്ള രീതിക്ക് അവൻ പറയുന്ന സമയത്ത് ഓക്കെ എന്നുള്ള രീതിക്ക് ഊബി ഇരുന്നിട്ട് പെട്ടെന്ന് അല്ല നിക്കേ എന്ത് ലൂബ്രിക്കന്റ് ആണ് എന്ന് ചോദിക്കാണ്. ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ പോലെയുള്ള സംഭവങ്ങളാണ്. ഇത് പറഞ്ഞപ്പം ആ ലൂബ് ഓർമ്മ വന്നു. എന്തായാലും വൂബി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഷൂവിനാണെങ്കിൽ ആകെപ്പാടെ നാടകമൊക്കെ വന്ന് ഒരുമാതിരി ഇരിക്കുകയാണ്. ഇതിലിപ്പോ കുറച്ച് ഡബിൾ മീനിങ് ഒക്കെ കൂടി വരുന്നുണ്ട്. അടുത്ത സീനില് ഷൂയി ഉറങ്ങുവാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന വൂബി ഷൂവിന്റെ അടുത്തേക്ക് കിസ് ചെയ്യാനെന്നോണം കവിളിന്റെ അടുത്ത് വരെ വരുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് ഷൂയി എണീക്കുന്നു. ഷൂയി ഒരു അല്പനേരം ഒരു 2 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് എണീറ്റിരുന്നെങ്കിൽ ആ ഒരു കിസ് മിസ്സാവത്തില്ലായിരുന്നു. നമുക്ക് യോഗമില്ല, അല്ലാതെ എന്ത് പറയാന്. എന്നാലും ഷൂയു എണീക്കുന്ന സമയത്ത് എന്താ ഇവിടെ തന്നെ ആയിരുന്നു ഉറങ്ങിയെന്ന് വൂബി ചോദിക്കുന്നുണ്ട്. വൂബിക്ക് വേണ്ടിയിട്ട് സൊല്യൂഷൻസ് എഴുതുമായിരുന്നു ഷൂയു. അതാകുമ്പോൾ വൂബി രാവിലെ എണീക്കുന്ന സമയത്ത് അവന് ഇരുന്ന് പഠിക്കാമല്ലോ. വൂബി തൻ്റെ കൂടെ ബീജിങ്ങിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഷൂയു എന്തൊക്കെയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ഷൂയിനെ നോക്കിയിട്ട് വൂബി പഠിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കുന്നുണ്ട്. അത് കണ്ടതും ഷൂയു പാഞ്ഞു പോയിട്ട് നോക്കുകയാണ്. ഇത് കാണുന്ന മോശോങ്ങിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സാധാരണയായിട്ട് ഷൂയു ആണല്ലോ എപ്പോഴും ഫസ്റ്റ്, അതുകൊണ്ട് തന്നെ അവൻ റിസൾട്ടിന്റെ ഭാഗത്തേക്കേ പോവാറില്ല. ഇപ്പൊ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ഇവൻ ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഷൂയു പോയത് വൂബിന്റെ റിസൾട്ട് നോക്കാനാണ് എന്ന് നമുക്കറിയാലോ. അങ്ങനെ റിസൾട്ട് നോക്കിയിട്ട് വൂബിന്റെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്ന് വൂബി, അത്ര നല്ലതൊന്നല്ലാന്ന് ഷൂയു. അതെങ്ങനെ അങ്ങനെ വരാ, ആൻസേഴ്സ് ഞാൻ നോക്കിയതാണല്ലോ, കുറഞ്ഞത് 30 കൂടേണ്ടതാണല്ലോ എന്നൊക്കെ വൂബി പറയുന്ന സമയത്ത് 32 കൂടിയിട്ടുണ്ട് എന്ന് ഷൂയു. എന്നിട്ട് നീ എന്താ അത്ര നല്ലതല്ലാന്ന് പറഞ്ഞേന്ന് വൂബി ചോദിക്കുന്നേന്. ഇനിയൊരു 30 കൂടെ കൂട്ടുവാണെങ്കിൽ റിവാർഡ് തരാന്ന് ഷൂയു പറയാണ്. എന്ത് റിവാർഡ് എന്ന് ചോദിക്കുമ്പം അടുത്തേക്കാന്ന് അറിയാണ്. എന്നിട്ടെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അത് പറയുന്ന സമയത്ത് വല്ലാത്ത രീതിക്ക് ചിരിക്കുന്നുണ്ട്. ആ ചിരി കണ്ടാലേ അറിയാം കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് എന്ന്. എന്തുകൂടെ അത്ര വലിയ റിവാർഡ് എന്ന് ചിന്തിക്കുന്ന കണക്കാണ് പിന്നെ വൂബി ഇരുന്ന് പഠിക്കുന്നത്. ഇനിയിപ്പോ ഷൂയിനെ തന്നെ കൊടുക്കാന്നാണോ പറഞ്ഞെന്ന് തോന്നുന്ന ഇതാണ് വൂബി ഇരുന്ന് പഠിക്കുന്നത്. വീട്ടില് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. നൈറ്റ് ഷൂയി ഉറങ്ങിയതിന് ശേഷവും ഇരുന്ന് പഠിക്കാണ്. ഉറങ്ങുന്ന ഷൂയിനെ നോക്കി നല്ല രീതിക്ക് ഒന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോഴും പഠിക്കുന്നു. ടീച്ചറെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയതിന് ശേഷവും അവനിരുന്ന് പഠിക്കുകയാണ്. ഇവൻ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് മോശം ഇങ്ങനെ ഭയങ്കര അത്ഭുതം. ഇനിയിപ്പോ വല്ല പ്രാന്തം പിടിച്ചോന്ന്. അങ്ങനെ ഇരുന്ന പഠിക്കുന്ന റൂബിനെ നോക്കിയിട്ട് ഷൂയൊന്നും വല്ലാത്ത രീതിക്ക് ചിരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലും എന്തൊക്കെയൊക്കെയോ അർത്ഥങ്ങളുണ്ട്. ഷൂയോ ഹാൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ ഓൾറെഡി ഫസ്റ്റ് കിട്ടിയോണ്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവൻ എക്സാം എഴുതുന്നുണ്ട്. അതെന്തിന്? ഫണ്ണിന് വേണ്ടി. ബാക്കിയുള്ളവൻ എങ്ങനെ എക്സാമിൽ നിന്ന് ഒഴിവാകാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ഫണ്ണിന് വേണ്ടി എഴുതുന്നത്. ആ രീതിക്കാണ് പാവം ഹാന് അവനെ നോക്കുന്നത്. ഹാൻ എന്താ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ സോൾജിയർ ആവണമെന്നാണ്. കാരണം ഹാൻ ഫാമിലിയിൽ ആരും സോൾജിയേഴ്സ് ആയിട്ടില്ല. പക്ഷെ പാവം നമ്മുടെ ഹാൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് അതൊന്നും അവന് സെറ്റാവുന്നേ തോന്നുന്നില്ല. പാവം അതിൻ്റെ വിഷമത്തിലാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ അവനതിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഷുയാണെങ്കിൽ നിന്നെ കൊണ്ട് അത് പറ്റും എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. വൂബിന്റെ അടുത്തേക്ക് അവന്റെ ചേട്ടൻ വരുന്നുണ്ട്. ആ സമയത്ത് വൂബിയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ടും ഇവൻ പഠിത്തം നിർത്തുന്നില്ല.
അതും ചേട്ടൻ വന്നെന്ന് അറിഞ്ഞിട്ട് പോലും പഠിത്തം നിർത്തുന്നില്ല. ചേട്ടനാണെങ്കിൽ സംശയം തോന്നുന്നുണ്ട് ഇത് എൻ്റെ അനിയൻ തന്നെയാണോ എന്ന്. ആ ലെവലിലാണ് നമ്മുടെ ചെക്കനെ ഇരുന്ന് പഠിക്കുന്നത്. നിർത്താൻ പറയുമ്പം ഇല്ല പറ്റില്ല, എൻ്റെ ടൈം വളരെ പ്രഷ്യസ് ആണ്, എനിക്ക് എക്സാം ഉണ്ട് എന്ന് പറയാണ്. എൻട്രൻസ് എക്സാം എത്ര ടൈം ലിമിറ്റഡ് ആണെന്നൊക്കെ ചേട്ടൻ അറിയാലോ എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് എൻ്റെ ടൈമും വളരെ പ്രഷ്യസ് ആണ് എന്ന് ചേട്ടൻ ഒരുമാതിരി രീതിക്ക് പറയുമ്പം ശരി ഓക്കെ ഓക്കെ എന്നും പറഞ്ഞ അവനും പേന താഴെ വെക്കുന്നു. ചേട്ടൻ ഹോങ്കോങ്ങിലേക്ക് പോവാണെന്ന് പറയുമ്പം ആ ഓക്കെ പൊക്കൂന്ന് കേട്ടപാട് റൂബി പറയാണ്. ഇത് കേട്ടപ്പം ഷൂയി വല്ലതാണ് ഇങ്ങനെ പറഞ്ഞേക്കിലോ എന്നൊരു ചോദ്യം എൻ്റെ തലയ്ക്കുതിച്ചായിരുന്നു. നീയും എൻ്റെ കൂടെ വരണം, ഇനി അവിടെ പഠിച്ചാൽ മതി എന്ന് ചേട്ടൻ പറയാണ്. ഓൾറെഡി തന്നെ വൂബിന്റെ അച്ഛൻ്റെ അടുത്തും അത് ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നു. ഈ ഒരു ലോ ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിലെ നിനക്ക് ഇവിടെ പഠിച്ചാൽ എന്തായാലും കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ആരാ പറഞ്ഞത് എനിക്ക് ലോ ലെവലിലുള്ള കോളേജിലെ കിട്ടാന്ന്? ഉറപ്പായിട്ടും ഹൈ ലെവലിലുള്ള കോളേജിൽ തന്നെ കിട്ടും എന്ന് വൂബി പറയാണ്. നീ എൻ്റെ അനിയനാണ്, എനിക്ക് നിന്നെ അറിയാതിരിക്കോന്ന് ചേട്ടൻ. അവന്റെ ലെവലിനെ കുറിച്ച് എനിക്ക് അറിയാതിരിക്കോ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇല്ല നിങ്ങൾക്കറിയില്ലാന്ന് വൂബി. ശരി ഞാനിപ്പോ നിന്റെ അടുത്ത് ചോദിക്കാണ്, നീ ഹോങ്കോങ്ങിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ? ഇല്ലാന്ന് വൂബി തീർത്ത് പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പം ഷൂവിന്റെ അടുത്തും വൂബിന്റെ അടുത്തും അവരായിട്ട് ഒരിക്കലും പോവത്തില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറയാണ്. ഞാനും നിന്റെ ചേട്ടനാണ്, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്നാണോ? അവരാകപ്പാടെ കുറച്ച് വർഷമായിട്ടല്ലേ അറിയുള്ളൂ എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. എന്റെ വഴി ഞാൻ തീരുമാനിക്കുന്നുള്ള രീതിക്ക് വൂബി പറയുമ്പം ചേട്ടന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഷൂ ഇല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ലേന്ന് ചേട്ടൻ ചോദിക്കാണ്. ഈ ഒരു ചോദ്യം കൊണ്ട് നീ എന്താ അർത്ഥമാക്കുന്നേന്ന് വൂബി ചോദിക്കുന്നുണ്ട്. വൂബി എന്തോ ഷൂവിന്റെ ആക്സസറി കണക്ക് നിൽക്കുന്നതിനെ കുറിച്ചാണ് ചേട്ടൻ പറയുന്നത്. വഴക്കൊക്കെ പറയുന്ന കണക്ക് ആണ് ദേഷ്യപ്പെട്ട് കുറച്ച് സംസാരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഷൂ ആ ഒരു കമ്പനി വേണമെന്ന് പറയുകയാണെങ്കിൽ അതെടുത്ത് കൊടുക്കുകയും ചെയ്യുമോന്ന്. ചേട്ടൻ ചോദിച്ച് തീരേണ്ട താമസം ഒരു മടിയും കൂടാണ്ട് കൊടുക്കും എന്ന് വളരെ ഉറപ്പിച്ച് തന്നെ വൂബിയും പറയുന്നു. അല്ലേ തന്നെ വൂബിക്ക് ഏറ്റവും വലുത് ഷൂ ആണെന്ന് നമുക്കറിയാലോ. ചേട്ടനാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല കലിപ്പാണ് ആവുന്നത്. ഉറപ്പായിട്ട് നിങ്ങളെ തമ്മില് പിരിക്കും എന്ന് ചേട്ടൻ പറയാണ്. ഉറപ്പായിട്ടും അത് നടക്കത്തില്ല എന്ന് വൂബിയും. അങ്ങനെ ചേട്ടൻ ഭയങ്കര ടെററായിട്ടാണ് അവിടുന്ന് പോകുന്നത്. രണ്ടുപേരും കൂടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഷൂ പറയാണ് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് എത്ര കാലം ഈ സൈക്കിളില് ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റൂന്ന്. ഇതിനെന്താ കുഴപ്പം, കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് 2 കൊല്ലം പോകാൻ പറ്റും എന്ന് വൂബി. അതിനെ കുറിച്ചല്ല, നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ചാണ് എന്ന് ഷൂയു. ഒരുമിച്ച് പോകുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? നമ്മൾ രണ്ടുപേരും ബീജിങ്ങിലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ടുവിടാനും കൂട്ടിയിട്ട് വരാനും എനിക്ക് പറ്റും. പിന്നെ എത്ര ദൂരെയാണെങ്കിലും നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കരുത്, നമുക്ക് വീട്ടിൽ തന്നെ പോവാം, ഞാൻ നിന്നെ കൊണ്ടുവിടാം. വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റൂലോ എന്നൊക്കെ വൂബി പറയാണ്. പക്ഷെ ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഷൂയ പറയുന്നുണ്ട്. എന്തോ നീ പറഞ്ഞേന്ന് കേൾക്കാത്തോണ്ട് വൂബി ചോദിക്കുമ്പം ഒന്നുമില്ല വണ്ടി ഓടിക്കുന്ന് ഷൂയു. ക്ലാസ്സിലെ സാറ് പറയാണ് നാളെ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത്, അതുകൊണ്ട് ഇന്നാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സിലെ ദിവസം. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്കും കൂടെ തരുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിഷ് കാർഡ് തരാം, നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ പോണത് ആ ഒരു കോളേജിന്റെ പേരും എഴുതിയിട്ട് ബ്ലാക്ക് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രീം ഫുൾഫിൽ ആവുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് ബോർഡിൽ നിന്ന് നോട്ട്സ് എടുക്കണം. നിങ്ങളെല്ലാരെ കൊണ്ടും അതിന് പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാറ് സംസാരിക്കാണ്. ആ സമയത്താണെങ്കിലും എപ്പോഴത്തെ പോലെ തന്നെ വൂബി ഷൂവിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാരും എക്സാം എഴുതുന്ന കാണിക്കുന്നുണ്ട്. മോശമാണെങ്കിലും നമ്മുടെ വൂബി ആണെങ്കിലും നല്ല രീതിക്ക് എഴുതുന്നു. ഷൂ ആണെങ്കിലും എപ്പോഴത്തെ പോലെ തന്നെ നേരത്തെ എഴുതിയിട്ട് എക്സാം ഹാളിൽ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന ചെക്കൻ നേരെ സ്കൂളിന് പുറത്ത് പാരന്റ്സ് എല്ലാരും അവരുടെ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവിടെ പോയിട്ട് വൂബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലവറിന് വേണ്ടി എന്ന് പറയണോ ബ്രദറിന് വേണ്ടി എന്ന് പറയണോ? എന്തായാലും വൂബി വരുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ജസ്റ്റ് ആവറേജേ ഉള്ളൂ എന്ന് വൂബി പറയാണ്. ശരി സാരമില്ല, എന്നാലും അത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് പറഞ്ഞ് ഷൂയു വൂബിനെ ആശ്വസിപ്പിക്കുന്നു. ആര് പറഞ്ഞു നിന്നെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിടും, അതിനുവേണ്ടി റെഡി ആയിട്ടിരുന്നോന്നും പറഞ്ഞ് നെറ്റിയിൽ ഒരു തട്ടും കൊടുത്ത് പോവാണ്. പറ്റിക്കുന്നോളാന്നും ചോദിച്ച് ഷൂയു പുറകെയും. അങ്ങനെ ക്ലാസ്സിലെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അവരുടെ സ്കൂൾ ലൈഫ് കഴിയുന്നതിന്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. അങ്ങനെ എല്ലാരും നിൽക്കുന്ന സമയത്ത് വൂബിയും ഷൂയും കൂടെ ഒരുമിച്ചേക്കാണല്ലോ.
അങ്ങോട്ടേക്ക് ഇവരെ സെറ്റാക്കാൻ നടക്കുന്ന ആ പെണ്ണ് വരുന്നുണ്ട്. ഞാൻ നിനക്ക് കഴിഞ്ഞ കൊല്ലം ലവ് ലെറ്റർ എന്നായിരുന്നു, ഓർമ്മയുണ്ടോന്ന് ചോദിക്കാണ്. ഉണ്ടെന്ന് ഷൂയ പറയുമ്പോ, നീ എന്നെ റിജക്ട് ചെയ്തതിനെ കാരണം വാങ്ങിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവളല്ല കാരണം എന്ന് എനിക്കിപ്പോ മനസ്സിലായെന്നും പറഞ്ഞ് വൂബിനെ നോക്കുകയാണ്. അപ്പൊ ഷൂയും വൂബിനെ തന്നെയാണ് നോക്കുന്നത്. ആ പെണ്ണ് പറയുന്നു, ഇപ്പൊ ഞാൻ നിനക്കൊരു ലവ് ലെറ്റർ എഴുതുവാണെങ്കിൽ അത് സ്വീകരിക്കുമെന്ന്. ഷൂയ വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ട്, നീ മേടിച്ചാലും മതി എന്ന് പറഞ്ഞ് വൂബിന്റെ അടുത്ത് കൊടുക്കുന്നു. അങ്ങനെ വൂബി അത് വായിക്കുമ്പം ഷൂയാണെങ്കിൽ രണ്ടുപേർക്കുള്ള ലവ് ലെറ്ററോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. വൂബി അത് വായിച്ചു നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്. നീ തന്നെ ഇത് വായിച്ചു എന്നും പറഞ്ഞ് ഷൂവിന്റെ അടുത്ത് കൊടുത്തിട്ട് പോവാണ് ടോയ്ലറ്റിലേക്ക്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മോശം വരുന്നത്. ഷൂയ പെട്ടെന്ന് ആ ഒരു ലെറ്റർ മാറ്റി വെക്കുന്നുണ്ട്. എന്നാലും വൂബി അത്ര ഹാപ്പി ആവാനും മാത്രം അതിലെന്തായിരിക്കും? എന്തായാലും നമ്മളെ കാണിച്ചില്ല, അത് മോശമായിപ്പോയി. ഷൂയും മോശവും ഇങ്ങനെ ഒരു മിറർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമോ വിഷമങ്ങാനും വരുവാണെങ്കിൽ ആ മിററിലേക്ക് നോക്കിയാൽ മതി, നിന്റെ ഫേസിനെ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല എന്നും പറഞ്ഞ്. അത് പോട്ടെ നോക്കാം. അതും പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമാണ്, അത് നമ്മുടെ വൂബി വരെ കേൾക്കുന്നുണ്ട്. അന്ന് രാത്രി പറഞ്ഞില്ലായിരുന്നോ വൂബിയാണ് ഏറ്റവും ഹാൻഡ്സം എന്ന്? അത് വെറുതെ പറഞ്ഞാണ്. എന്റെ കാഴ്ചപ്പാടില് ഞാൻ ഇന്നേ വരെ കണ്ടതില് ഏറ്റവും ഹാൻഡ്സം നീയാണ് എന്ന് ഷൂയി പറയാണ്. പാവം ബാത്റൂമിൽ നിന്ന് വന്ന വൂബി കറക്റ്റായിട്ട് അത് കേൾക്കുകയും ചെയ്തു. കുറെ പേരും ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആ ഒരു സ്റ്റിക്കേഴ്സ് എടുത്ത് മാറ്റിയത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് വൂബിന്റെ ചേട്ടൻ്റെ അടുത്തേക്ക് വൂബിന്റെ അച്ഛൻ വരികയാണ്. വൂബിക്ക് അവൻ പറഞ്ഞതുപോലെ തന്നെ ഹൈ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടി. അതും ഷൂയ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരിക്കണമല്ലോ. അച്ഛനാണെങ്കിലോ ഭയങ്കര ഹാപ്പിയാണ്. വൂബിക്ക് ഇവിടെ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ പറയാണ്, ഷൂയിന്റെ കൂടെ കൂടിയിട്ടാണ് വൂബി ഇത്രയ്ക്കൊക്കെ നന്നായി പോയത്, ഇത്രയ്ക്കൊക്കെ ഇൻഫ്ലുവൻസ്. ഷൂയിന് വൂബിന്റെ വില ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പോഴാണ് എനിക്കും കുറച്ച് സമാധാനാവുന്നത്. ഇത്രയും കാലം ഞാൻ അവനെ നന്നാക്കാൻ നോക്കിയിട്ട് അതെന്നെ കൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ നോക്ക്, എന്റെ മറ്റൊരു മോൻ തന്നെയാണ് അത് ചെയ്തത്. ഷൂയു ഭയങ്കര സംഭവം തന്നെയാണ് എന്നുള്ള രീതിക്കാണ് വൂബിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. വൂബിന്റെ അച്ഛൻ ശരിക്കും ഷൂവിനെ സ്വന്തം മോനായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പ്രൗഡുമാണ്. ഇത് കേട്ടിട്ടാണെങ്കിൽ വൂബിന്റെ ചേട്ടന് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ദേഷ്യത്തില് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പയ്യന്മാരും കൂടെ തന്നെ ദുവയും കൂടെ ഹോഴ്സ് റൈഡിങ്ങിന് വന്നേക്കാണ്. അവള് വീഴുന്നേം പേടിച്ച് ഷൂയ അവളുടെ കൂടെ തന്നെ നടക്കുവാണ്. ഈ സമയത്ത് വൂബി പറയുന്നുണ്ട്, വാ നീ ഓടിക്കുന്നു. അപ്പൊ ദുവയും പറയുന്നുണ്ട്, ചെല്ലുന്ന്. ഇല്ല ഇവൾ ഒറ്റയ്ക്കാവില്ലേ, വീണാലോ. അത് പോരാണ്ട് എനിക്ക് കുതിരയിലെ മേലെ കയറാൻ പേടിയാണ്, അറിയത്തില്ലാന്ന് പറയാണ്. ഓഹോ, നിനക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് വൂബി. ബാബാ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് കൂട്ടുകയാണ്. ഇവിടെ വൂബിന്റെ ചേട്ടൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആളില്ലല്ലോ. വീട് കൂട്ടിയിരിക്കുന്ന കണ്ടിട്ട് വൂബിനെ വിളിക്കുന്നു. ഒരു കേസ് ഫയല്, ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വന്നത്. അർജന്റായിട്ട് അത് വേണം താനും. പക്ഷെ വൂബി ദൂരെ ആയോണ്ട് എവിടെയാ താക്കാലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേട്ടൻ തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. അടുത്ത സീന് നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കും. കാരണം നമ്മുടെ പയ്യന്മാർ അത്ര ഹാപ്പി ആയിട്ടാണ് ആ ഒരു കുതിരേനെ ഓടിക്കുന്നത്. ഇത് മുന്നേ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ട് ഷൂയാണെങ്കിൽ അത്രത്തോളം ഹാപ്പിയാണ്. പോരാത്തതിന് വൂബിന്റെ കൂടെ അല്ലേ ഉള്ളത്, പിന്നെ ഹാപ്പി ആവാതിരിക്കോ? അല്ലേ തന്നെ ഇവര് പരസ്പരം ഒരുമിച്ചുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് മനസ്സുകൊണ്ട് തന്നെ. ഇവരിങ്ങനെ കുതിരേനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ചേട്ടനാണെങ്കിൽ അവിടെ വീട്ടിന്റെ ഉള്ളില് ഭയങ്കരമായിട്ട് തപ്പുവാണ്. എപ്പോഴാ നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങനെ അവസാനം വൂബീനെ തന്നെ വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് എവിടെ ഇരിക്കുന്നേന്ന് വൂബിക്ക് അറിയത്തില്ല. ഷൂവിന്റെ അടുത്ത് ചോദിക്കുമ്പം ഷൂയു എവിടെയുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അഥവാ കാണാണ്ട് പോയാലോ, മറന്നുപോയാലോ എന്നൊക്കെ വിചാരിച്ച് വൂബി തന്നെയാണ് അത് ഷൂവിന്റെ അടുത്ത് ഏൽപ്പിച്ചതും. ദുവോയും ഷൂയും കൂടെ കളിക്കുകയാണല്ലോ. വൂബിയാണെങ്കിൽ കോളൊക്കെ കട്ട് ചെയ്തിട്ട് ഷൂവിനെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ ചേട്ടനാണെങ്കിൽ ഇത് തപ്പുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് സീക്രട്ട് വരെ ഇവൻ ഷൂവിന്റെ അടുത്താണ് കൊടുത്തു വെച്ചിരിക്കുന്നതെന്ന്. ഡ്രോയറിൽ ഉണ്ട് എന്നാണ് ഷൂയി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഷൂയും വാങ്ങിങ്ങും കൂടി എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പൊ ചേട്ടൻ മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. വാങ്ങിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ വൂബി ദേഷ്യം പ്രകടിപ്പിച്ചതും ഓരോരോ ഹിന്റ് തരുന്ന കണക്ക് എന്തൊക്കെയൊക്കെയോ പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചായിരുന്നല്ലോ. ഇതൊക്കെ ഓർത്തു നോക്കിയിട്ട് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് ചേട്ടന് മനസ്സിലാവുന്നുണ്ട്. വാങ്ങിങ് മുന്നേ ഏത് സ്കൂളിലാണ് പഠിച്ചെന്നുള്ള കാര്യവും അന്വേഷിച്ച് ഉറപ്പിക്കുന്നുണ്ട്. വാങ്ങിങ്ങിനെ വിളിച്ച് ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഹൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്നൊക്കെയോ പറഞ്ഞു വരുമ്പോഴേക്കും, നീയും ഷൂ എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൺസേൺ വൂബിയാണ്.
എന്ന് പറഞ്ഞിട്ട് അന്ന് ബാറിൽ നിന്ന് കണ്ടപ്പം ബാത്റൂം പോവാന്ന് പറഞ്ഞ് സംസാരിച്ചായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇക്കാര്യം പറയരുത് എന്ന് കെഞ്ചി പറഞ്ഞപ്പം ഒരു കണ്ടീഷൻ വെച്ചായിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഷൂവിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം എന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ഷൂ എന്റേതാണെന്നും. ഇക്കാര്യം കൂടെ ആവുമ്പം ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഫോണൊക്കെ എറിയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്ന ഇങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. അന്ന് തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടത് ഇനിയിപ്പോ വേണ്ടാന്നാണെങ്കിലും അത് വേറെ ആർക്കെങ്കിലും വേണമെന്ന് തോന്നി അതെടുക്കാൻ നോക്കുവാണെങ്കിൽ അയാളെ കൊല്ലുന്നു. എല്ലാരും കൂടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഷൂവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അവരുടെ ഷോപ്പിന്റെ 2ാം നിലയും കൂടെ ആ ഓണർ ഇവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തുന്ന്. 2ാം നിലയില് നല്ല സൗകര്യമുണ്ട്, 2-3 റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടി സ്റ്റഡി റൂമുണ്ട്, മൊത്തത്തില് നല്ല ഫെസിലിറ്റി ഉണ്ട്, ഒരു വീടാക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് ഷൂവിനും വൂബിക്കുമാണ് എന്താ പോലെ ആവുന്നത്. രണ്ടുപേരും അത് കേട്ടിട്ട് കുറച്ച് വറീഡ് ആവുകയാണ്, അപ്സെറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വൂബി അവന്റെ ചേട്ടനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്താണ് വൂബി സമ്മതിക്കുന്നത് അത് ഷൂവിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്ന്. അന്ന് ചോദിച്ചപ്പം പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. എന്തിനിപ്പോ ഇങ്ങനെ ചെയ്യുന്നേന്ന് വൂബി ചോദിക്കുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ നിനക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചേട്ടൻ ചോദിക്കുകയാണ്. അത്രയ്ക്ക് കൈൻഡ് ആയാലും ഒന്നും കാണിക്കണ്ടെന്ന് വൂബി പറയുന്നു. ശരി, ഓക്കെ, സമ്മതിച്ചു. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് ചേട്ടൻ. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നെങ്കിലും നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ വൂബിക്ക് അതങ്ങ് ദഹിക്കുന്നില്ല. അങ്ങനെ ചേട്ടന്റെ അടുത്ത് സംസാരിച്ച് നേരെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഷൂയി വന്ന് നിൽക്കുന്നു. ഞെട്ടിക്കൊണ്ട്, അല്ല നീ എന്താ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഷൂയു സംസാരിക്കുന്നതെന്നാണ് അവന് മനസ്സിലാവുന്നത്. ഓൾറെഡി തന്നെ ആ ഒരു ഷോപ്പിന്റെ ഓണർ വൂബിന്റെ ചേട്ടനാണ് എന്ന് ഷൂവിന് അറിയാമെന്ന്. അതറിഞ്ഞത് വൂബിന്റെ ചേട്ടന്റെ അടുത്ത് തന്നെയാണ് എന്നും അവര് പ്രൈവറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്ന് അറിയുമ്പം വൂബിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനും പേടിയും പറയിടും ദേഷ്യവും ഒക്കെ വരികയാണ്. അന്നത്തെ പോലെ തന്നെ വൂബി കാരനാണ് വൂബിന്റെ ചേട്ടൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഷൂയി വിചാരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അലാറത്തിന്റെ സൗണ്ട് കേട്ടിട്ടാണ് വൂബി എണീക്കുന്നത്. ആ സമയത്ത് ഷൂയി നല്ല ഉറക്കാണ്. ഭയങ്കര ഇഷ്ടത്തോടെ ഷൂയുടെ നെറ്റിയിലും കവിളിലും വൂബി കിസ് ചെയ്യുന്നു. ആ ഒരു ഷോപ്പിന്റെ 2nd ഫ്ലോർ കിട്ടിയത് കൊണ്ട് തന്നെ അതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വൂബിന്റെ സ്ഥലത്തേക്ക് വന്ന് താമസിക്കാൻ ഷൂവിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഇപ്പൊ അവിടെയാണ് ഉള്ളത്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വൂബി അവനൊരു എക്സാമിനേഷനും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിൽ നിൽക്കുവാണ്. എല്ലാവരും സമ്മർ വെക്കേഷന് തിന്നും കുടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിക്കേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്ന് ഓടേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞ് അവന് ഓടാൻ വേണ്ടി കഷ്ടപ്പെട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഷൂയി വരുന്നത്. ഷൂവിന് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യമില്ല. പക്ഷെ വൂബിക്ക് കമ്പനി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആള് വന്നത്. ഷൂയി വന്ന കാണുമ്പം വൂബിക്കും ഭയങ്കരമായിട്ട് അങ്ങനെ ഹാപ്പി ആവുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ ഓടുവാണ്. വൂബി അങ്ങനെ കാര്യമായിട്ട് എക്സസൈസ് ചെയ്യുമ്പം ഷൂയി ആണെങ്കിൽ ആ ഭയങ്കര ഇഷ്ടത്തോടെ ചിരിച്ച് അത് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛന് പിന്നെയും നടുവേന എടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഷൂയി ആണെങ്കിൽ വൂബിനെ റിപ്പീറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളെ വിളിച്ചിട്ടേ കിട്ടുന്നില്ല. വൂബി എവിടെയാണ് പോയെന്നൊന്നും ഒരറിവില്ലതാനും. ആ സമയത്ത് ദോ പറയുന്നു, എന്നാ പിന്നെ എന്റെ വാച്ച് ഉപയോഗിക്കാം, അതാവുമ്പം വൂബി ചേട്ടൻ എവിടെയാണെങ്കിലും പെട്ടെന്ന് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഷൂയു വൂബിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വൂബിന്റെ അലമാരയില് കാര്യമായിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കാണ്. ഇത് കാണുന്ന ഷൂയു അവന്റെ ബേക്കിൽ എന്നെ ചവിട്ടുന്നു. പക്ഷെ നോക്കുമ്പം അത് വൂബി ആയിരുന്നില്ല, വൂബിന്റെ ചേട്ടനായിരുന്നു. വൂബിയാണെന്ന് വിചാരിച്ച് ഷൂയു ഹാപ്പി ആയതായിരുന്നു. പക്ഷെ ചേട്ടനാന്നറിയുമ്പം കുറച്ച് വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഫീലും വരുന്നു. ഇപ്പൊ നീ ചവിട്ടിയതിനെ കുറിച്ച് സംസാരിക്കാന്ന് ചേട്ടൻ പറയുമ്പം, അല്ല നിങ്ങൾ എന്താ വൂബിന്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നേന്ന് ഷൂയു ചോദിക്കുകയാണ്. അതെന്താ എനിക്ക് ഇട്ടൂടേന്ന് ചേട്ടൻ. അല്ല അതല്ല, നിങ്ങൾക്ക് ഡ്രസ്സില്ലേ എന്നുള്ള രീതിക്ക് പറയുമ്പം എന്താ നിനക്ക് മാത്രമേ അവൻ്റെ ഇടാവുള്ളൂ, എനിക്ക് അവൻ്റെ ഇട്ടൂടേന്ന് ചേട്ടൻ ചോദിക്കുകയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഷൂയിനെ തീരെ ഇഷ്ടമല്ലാന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന രീതിക്കാണ് ചേട്ടന്റെ സംസാരം. ഷൂയിന്റെ അച്ഛന് നടുവേദന ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സ്പൈനൽ ഡിസീസിന്റെ എക്സ്പേർട്ടിനെ ഏർപ്പാടാക്കി തരണോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഷൂയി പറഞ്ഞതനുസരിച്ച് ചേട്ടനത് എടുത്തും കൊടുക്കുന്നുണ്ട്. നാളെ രാവിലെ 8 മണിക്കത്തേക്ക്. എന്നിട്ട് ഒരുമാതിരി ഭയങ്കര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ ഷൂവിന്റെ മുഖത്തേക്ക് എന്നെ നോക്കിയിരിക്കാണ്. എന്തെങ്കിലും നോക്കുന്നതെന്ന് ചോദിക്കുമ്പം നിന്റെ മുടി മുറിക്കാറായിന്ന് ചേട്ടൻ. അതെ ശരിയാണ്, മുടി മുറിക്കാൻ പോണെന്ന് ഷൂയും പറയാണ്. എന്നാ പിന്നെ ഞാൻ ചെയ്തു തരട്ടേന്ന് ചേട്ടൻ ചോദിക്കുകയാണ്. അബ്രോഡ് പഠിക്കുന്ന സമയത്ത് എല്ലാ പാർട്ട് ടൈം ജോബും ചെയ്ത് പൈസ ഉണ്ടാക്കിയിരുന്നു എന്ന് ചേട്ടൻ. ഓക്കെ എന്നാ മുറിച്ചോളാൻ ഷൂയും പറയാണ്.
മുടി മുറിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര ഒരു വില്ലൻ ടച്ചിലാണ് സംസാരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട്. നിന്റെ ഫേസ് സുപ്പീരിയർ ഫേസ് ആണ്, ഇങ്ങനെയുള്ളത് നല്ലതാണ്, സ്കേറി അല്ല. പക്ഷേ സുപ്പീരിയർ ബ്രെയിൻ ഉള്ളത് സ്കേറി ആണ് എന്ന് ചേട്ടൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് കൂടുതൽ പേടിപ്പെടുത്തുന്നതെന്ന് ഷോയു. അപ്പൊ നിനക്കെന്നെ പേടിയില്ലേന്ന് ചോദിക്കുന്നതിന് ഇല്ലെന്ന് ഷോയു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം നിങ്ങൾ വൂബിന്റെ ചേട്ടനായോണ്ടാണെന്നാണ് ഷോയു പറയുന്നത്. നീ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ജനിച്ചിട്ടും ഇത്രയ്ക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചേട്ടൻ ചോദിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഭയങ്കര സ്കേറി ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങോട്ടേക്ക് വരുന്ന വൂബി ഇവരിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചേട്ടനെ പിടിച്ച് മാറ്റി എന്തുവേ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീ പറ, ഞാൻ എന്തുവാ കാണിക്കുന്നേ, പറയാന്ന് ചേട്ടൻ. ജസ്റ്റ് മുടി വെട്ടിയതേ ഉള്ളൂ എന്ന് പറയുമ്പം ആര് പറഞ്ഞിട്ടാ എന്തിനിപ്പ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമെന്ന് വൂബി. ഞാനാ പറഞ്ഞത് എന്ന് ഷോയ് പറയുന്നു. ഷോയ് എന്നിട്ട് അവന്റെ മുടി കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് ചേട്ടൻ വൂബിന്റെ അടുത്ത് പറയുന്നുണ്ട്, നാളെ 9 മണിക്ക് ഒരു കേസ് ഉണ്ട്, അത് നിന്നെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നീ എന്തായാലും അവിടെ വേണം എന്ന് പറയുന്നുണ്ട്. വൂബിക്കാണെങ്കിൽ ചേട്ടൻ അവിടെ നിൽക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ഷൂയിന്റെ മുടി വെട്ടിക്കൊടുത്ത കത്രികയും ചീപ്പും വൂബിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ചേട്ടൻ പോകുന്നത്. വൂബി അത് നോക്കിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മുടിയൊക്കെ കഴുകിയിട്ട് ഷൂയ വരുന്നു. ചേട്ടന്റെ അടുത്തുനിന്ന് പറ്റുന്നത്രയും ഡിസ്റ്റൻസ് ഇട്ട് നിന്നാ മതിയെന്ന് വൂബി വറീഡ് ആയിക്കൊണ്ട് പറയാണ്. ചേട്ടൻ എന്നെ പോലെയല്ല, ഭയങ്കര ടെററാണ്, പറ്റുന്നത്രയും മാറി നിൽക്കാനൊക്കെ വൂബി പറയാണ്. ഉള്ളില് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് എന്നും ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ മാത്രമാണ് മാറ്റമുള്ളതെന്നുമാണ് നിന്റെ ചേട്ടൻ പറഞ്ഞത് എന്ന് ഷൂയ പറയുന്നു. ഇത് കേട്ടിട്ട് വൂബി ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവര് രണ്ടുപേരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവരൊരേപോലെയല്ല. വൂബി പുറമേ ടഫായിട്ട് കാണിച്ചാലും ഉള്ളില് സോഫ്റ്റ് ആണ്. പക്ഷെ ചേട്ടൻ നേരെ തിരിച്ചാണ്, കുറച്ചും കൂടെ ഉള്ളില് ഭയങ്കര ദുഷ്ടത്തരാണ്. അതുകൊണ്ടാണ് വൂബി ഷൂവിന്റെ അടുത്ത് പറയുന്നത് പറ്റുന്നത്രയും ചേട്ടന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ തന്നെ പറ്റുന്നത്രയും ഷൂവിനെ ചേട്ടന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചതും. എന്തുവാണേലും എനിക്ക് അങ്ങേരുടെ മേത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്ന് ഷൂയ പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ ചേട്ടൻ വൂബിനെ കോർട്ടിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. വൂബി പല്ലേക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഷൂയ ഉണ്ട്. എന്താ ഇത്ര നേരത്തെ എണീറ്റെന്ന് ചോദിക്കുമ്പം അപ്പോയിന്റ്മെന്റിന്റെ കാര്യമൊക്കെ പറയുന്നു. വൂബിന്റെ ചേട്ടനില്ലായിരുന്നെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് കിട്ടത്തേ ഇല്ലായിരുന്നു എന്ന് ഷൂയ ഭയങ്കര കാഷ്വൽ ആയിട്ട് പറയുമ്പം വൂബി ആണെങ്കിൽ അത് കേട്ടിട്ട് ഒരുമാതിരി രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുങ്ങിയിട്ട് കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് വൂബി പറയുന്നു, ഞാൻ ഓടിക്കാം, നിന്നെ ഞാൻ കൊണ്ടുവിടാം, എന്നിട്ട് ആ കോട്ടിൽ പോവാന്ന്. അതിന് നിന്റെ ചേട്ടൻ തിരക്ക് പിടിക്കല്ലേ എന്ന് ഷൂയ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ല, ചേട്ടനെ മൈൻഡാക്കൊന്നും വേണ്ട, നിനക്ക് ഇപ്പോഴല്ലേ ലൈസൻസ് കിട്ടിയത്, ഞാൻ ഓടിക്കാന്നൊക്കെ പറയാണ്. നിനക്ക് ലൈസൻസ് കിട്ടിയ സമയത്ത് നീ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇടിക്കല്ലേ ചെയ്തതെന്നൊക്കെ ഷൂയ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വൂബി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. രണ്ടുപേരും കൂടെ കാറിൽ പോകുന്ന സമയത്ത് വൂബിന്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട്. എവിടെയാന്ന് ചോദിക്കുമ്പം ഷൂവിനെ കൊണ്ടുവിട്ടിട്ടേ വരുള്ളൂ, കറക്റ്റ് ടൈമിന് എന്തായാലും എത്തുന്നൊക്കെ ഇവൻ പറയാണ്. അത് കേൾക്കുമ്പോ തന്നെ ചേട്ടൻ ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങള് അവന്റെ കാറിലാണോ പോകുന്നേന്ന് ചേട്ടൻ ചോദിക്കുമ്പം അതിനെ റിപ്ലൈ പറയാണ്ട് വൂബി കോൾ കട്ട് ചെയ്യാണ്. ഷൂവിന്റെ കാറില് ഷൂവിന്റെ കൂടെയാണ് വൂബി പോകുന്നതെന്ന് അറിഞ്ഞപ്പം ചേട്ടൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ട്രക്ക് ഇടിക്കേണ്ടതായിരുന്നു. ഒരു വിധത്തില് വൂബി വളച്ചൊടിച്ച് എങ്ങനെയൊക്കെയോ നേരെ ഓടിക്കുന്നുണ്ട്. വൂബി ഷൂവിന്റെ അടുത്ത് പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. ഇനിയെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് സംസാരിക്കരുത് എന്ന് ഷൂയ പറയാണ്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് വൂബി നോക്കുമ്പം ബ്രേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ ടെൻഷൻ ആവാണ്. കുറേ പ്രാവശ്യം നോക്കുന്നുണ്ട്, പക്ഷെ ബ്രേക്ക് പിടിക്കാനേ പറ്റുന്നില്ല. ഇത് ശ്രദ്ധിക്കുന്ന ഷൂയ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന്. ചെറിയ പ്രശ്നമാണ് എന്ന് വൂബി. ബ്രേക്ക് പോയോന്ന് ചോദിക്കുമ്പം അതൊന്നുമില്ല, നീ കുറച്ചേരം കണ്ണടച്ച് കടന്നോളാൻ വൂബി പറയാണ്. വൂബി പറഞ്ഞതുപോലെ തന്നെ ഷൂയും കണ്ണടച്ച് കിടക്കുന്നു. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്, ഒരുപാട് വണ്ടിയുമില്ല. പതിയെ സ്പീഡ് കുറയ്ക്കാന്നുള്ള ഒരു കണക്കൂട്ടലില് ഷൂവിനെ നോക്കി വൂബി വണ്ടി ഓടിക്കാണ്. ഭയങ്കര സ്പീഡില് ഓടിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഷൂവിനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ടെൻഷനായിട്ടാണ് വൂബി ശരിക്കും പറഞ്ഞാല് അത് ഓടിക്കുന്നത്. അങ്ങനെ ഷൂവിനെ വല്ലാത്തൊരു രീതിക്ക് നോക്കി ഓടിക്കുന്ന സമയത്ത് ഒരു കൊച്ച സൈക്കിളും കൊണ്ട് കുറുകെ വരുന്ന സമയത്ത് ബാക്കി വണ്ടികളൊക്കെ നിർത്തുന്നു. ഇതേ സമയത്ത് വൂബിക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ. അവൻ വളച്ചൊടിച്ച് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയിലേക്ക് ഇടിക്കുവാണ്. ഷൂവിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വൂബിന്റെ സൈഡ് കൊള്ളുന്ന രീതിക്കായിരുന്നു അവൻ അത് ഇടിച്ചത്. വണ്ടി നല്ല രീതിക്ക് തന്നെ ആക്സിഡന്റ് ആവുന്നുണ്ട്. ഷൂയ എണീറ്റ് നോക്കുമ്പം രക്തത്തില് കുളിച്ചടക്കുന്ന വൂബിനെയാണ് കാണുന്നത്. കുറെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൂബിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്.
സീറ്റ് ബെൽറ്റ് അഴിക്കാൻ നോക്കുമ്പം അതിനും പറ്റുന്നില്ല. ഷൂയി അങ്ങനെ നേരെ പുറത്തു പോയിട്ട് കാറിന്റെ ഡോർ തുറക്കാൻ നോക്കുന്നു. ആ സമയത്ത് ആ ഒരു വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറും വന്ന് നോക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ആംബുലൻസ് വിളിക്കാൻ ഷൂയി പറയുന്നു. ഷൂയി വാതിൽ തുറക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ പറ്റുന്നേയില്ല. ഒരുപാട് നേരം കഷ്ടപ്പെട്ടാണ് ഷൂയി ആ ഡോറ് തുറക്കുന്നത്. ഒരു വിധത്തിൽ ആ ഡോറ് തുറന്ന് വുബിനെ പുറത്തേക്ക് എടുത്ത് ഷൂയിന്റെ മടിയിൽ കടത്തുവാണ്. ആ സമയത്ത് വുബിന്റെ മേത്ത് മൊത്തം ബ്ലഡാണ്. അന്ന് ഷൂയി വുബിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അവന്റെ മേത്ത് ഇത്രയൊക്കെ അടി ഉണ്ടാക്കിയിട്ടും ഒരു പാട് പോലും ഇല്ലല്ലോ എന്ന്. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ പാടൊന്നും ഇല്ലല്ലോ എന്ന് വുബി മറുപടി പറഞ്ഞതും അതുപോലെ തന്നെ വുബിന്റെ ഡ്രീമിനെ കുറിച്ച് സംസാരിച്ചതും വുബി ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂയി ഉറങ്ങുന്ന സമയത്ത് പോലും കുത്തിയിരുന്ന് പഠിച്ചതൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ട് വുബിനെ വിളിച്ച് ഷൂയി പറയാണ്, എണീക്ക്, നിനക്ക് എക്സാം ഉണ്ട്, വുബി എണീക്കെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. ആ ട്രക്കിന്റെ ഡ്രൈവർ വന്ന് ഷൂവിന്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ പിടിക്കല്ലേ, നിലത്ത് നേരെ കടത്ത്, അല്ലെങ്കിൽ ബ്ലീഡിങ് ആവും, ഡേഞ്ചറസ് ആണ് എന്ന്. അയാള് പിടിക്കാൻ വരുമ്പം തൊടരുത്, മാറിപ്പോന്ന് പറഞ്ഞ് ഷൂയി ഒച്ചയെടുക്കാണ്, അതും കരഞ്ഞോണ്ട്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചായിരുന്നു. ആംബുലൻസ് മൊത്തം ഭയങ്കര ബിസിയാണ് രാവിലെ ആയതുകൊണ്ട്, അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റില്ല എന്ന് അയാള് പറയും കൂടെ ചെയ്യുമ്പം ഷൂയി ആകെപ്പാടെ തകർന്നു പോവാണ്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്, അവന്റെ ബ്ലീഡിങ് ഒന്ന് നിർത്ത്, പ്ലീസ് ഹെൽപ്പ് ചെയ്യെന്ന് ഷൂയി പറയുന്നുണ്ട്. പക്ഷെ അവന്റെ സൗണ്ട് അതിനെ പുറത്തേക്ക് വരുന്ന പോലും ഇല്ല. വുബി കുറച്ചേരം കൂടെ പിടിച്ചേക്ക്, ദുവോ നിന്നെ വിളിക്കുന്നുണ്ട്, കോൾ എടുക്ക്, നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കുമെന്ന് നീ പ്രോമിസ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ ഷൂയി ഭയങ്കരമായിട്ട് കരയുവാണ്. ഈ സമയത്ത് വുബി കണ്ണൂർന്ന് നോക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ കണ്ണടയ്ക്കുവാണ്. ഷൂയു സേഫ് ആണോന്ന് ഉറപ്പിക്കാൻ വേണ്ടി കണ്ണൂർന്ന പോലെയാണ് ആ സമയത്ത് അവൻ കണ്ണൂർന്നത്. ഏതുവഴി ആംബുലൻസ് വരുന്നേന്ന് അന്വേഷിച്ച് ഷൂയു വുബിനെ എടുത്തുകൊണ്ട് ഓടുവാണ്. ആ സമയത്ത് വുബി ആയിട്ടുണ്ടായിരുന്ന മെമ്മറീസ് ഒക്കെ അവൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഷൂവിന് എപ്പോൾ വിഷമമുണ്ടായിരുന്നെങ്കിലും സന്തോഷിപ്പിക്കാനായിട്ടും കൂടെ സപ്പോർട്ടീവായിട്ടും വുബി ഉണ്ടായിരുന്നല്ലോ. വുബി, നിനക്കൊന്നും പറ്റരുത്, നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ട്, ഒരുമിച്ച് പോകേണ്ട ഒരുപാട് സ്ഥലമുണ്ട് എന്ന് ഷൂയും മനസ്സിലാ പറയാണ്. വുബിനെ ആംബുലൻസിൽ സ്ട്രക്ചറിലേക്ക് കടത്തിയിട്ട് ഷൂയ ആലോചിക്കുന്നു, എൻ്റെ മനസ്സിൽ എപ്പോഴും നീ പെട്ടെന്നൊന്നും നശിക്കാത്തതാണ്, വളരെ സ്ട്രോങ് ആണ്, ഹെൽത്തി ആണ്, ഫുൾ എനർജി ഉള്ള ആളാണ്, കെയറോ പ്രൊട്ടക്ഷനോ ആവശ്യമില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. നിനക്കും മുറിവറ്റും, വേദനിക്കും, വീക്ക്നെസ് ഉണ്ട്, കോമയിലാവും. നിന്നെ നഷ്ടപ്പെടുത്തുന്നത് എത്ര പേടിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. നിന്റെ ജീവന് വേണ്ടി ഞാൻ എന്തും തരും എന്നറിയാണ്. വുബിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വല്ലാണ്ട് മരവിച്ച കണക്കാണ് ഷൂയി ഓപ്പറേഷൻ റൂമിന് പുറത്തിരിക്കുന്നത്. അവന്റെ മേത്തും മൊത്തം ബ്ലഡാണ്. വുബിനെ പുറത്ത് ചുമന്നുകൊണ്ടാണല്ലോ വന്നത്. പുറം മൊത്തം രക്തം തളം കെട്ടി കിടക്കുവാണ്. ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന് അവൻ വുബിയായിട്ടുണ്ടായിരുന്ന എല്ലാ മെമ്മറീസും ആലോചിച്ച് നോക്കുന്നു. വിഷമമാണെങ്കിലും സന്തോഷമായിട്ടുള്ളതും കംഫോർട്ടായിട്ടുള്ളതും പിണങ്ങിയതും വഴക്കൂടിയതായ എല്ലാ നിമിഷങ്ങളും ഓർത്തു നോക്കാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഷൂവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ ഷൂവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്ത് വുബിയും ഷൂയും താമസിച്ച അവരുടെ വീട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് അവസാനിപ്പിക്കുന്നത്. വുബി മരിച്ചു എന്നോ ഇല്ലെന്നോ ഈ സീരീസിൽ പറയുന്നില്ല. എന്തായാലും സെക്കൻഡ് സീസൺ ഉണ്ട് എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വുബി മരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ഈ ഒരു ആക്സിഡന്റ് നമ്മളെ കൊണ്ട് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫൈനൽ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് കഴിയുന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ കൈയൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു ആ ഒരു സീനൊക്കെ എത്തിയപ്പോഴേക്കും. ശരിക്കും സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കര കരഞ്ഞുപോയി. ഈ ഒരു സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. എനിക്കെന്തോ വുബിൻ്റെ ആക്സിഡൻറ്റ് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല. എന്തായാലും നമ്മുടെ സീരീസ് ഇവിടെ കഴിയാണ്. സെക്കൻഡ് സീസൺ ഉണ്ട്. പിന്നെ ഡോക്ടർ വുബി മരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആശ്വാസമുണ്ട്. ഉറപ്പായിട്ടും വുബിയും ഷൂയും ഹാപ്പി ആയിട്ടിരുന്നോളും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനലാണ് അഡിക്റ്റഡ് എന്ന് പറയുന്ന ചൈനീസ്. ഇത് റീമേക്ക് ആയിട്ടുള്ള ഡ്രാമയാണല്ലോ. അഡിക്റ്റഡ് 2016 റിലീസായതാണ്. അതിന് സെക്കൻഡ് സീസൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും അതിൻ്റെ വേറൊരു ഇൻഫർമേഷൻസും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരുമോ എന്നുള്ള കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം.